Thank you, Dr. Manoj. Thank you, Dr. Deepthi Sharma, for a nice class. Thank you, doctors in English session. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന വെബ് പരമ്പരയുടെ 1589 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ചികിത്സാ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനായി എത്തുന്നത് ഡോക്ടർ PK നമ്പൂതിരി സാറാണ്. സാറിന്റെ ക്ലാസ് ശ്രവിക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. നമ്പൂതിരി സാറാണ് നമുക്ക് ചികിത്സാ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനായി എത്തിയിട്ടുള്ളത്. സാർ നമുക്ക് ഇതിനകം ധാരാളം ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞു. ഇന്ന് സാറ് ചികിത്സാ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനായി എത്തിയിരിക്കുന്ന സാറിനെ നിങ്ങളെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി വളരെ ആദരപൂർവ്വം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് തുടങ്ങാം സാർ. ഹലോ, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാവർക്കും ഞാൻ സ്വാഗതം ക്ലാസ്സിലോട്ട് പറയാം. കുറച്ച് 1-2 പ്രാവശ്യം എന്നെ സരോഷി വിളിച്ചിരുന്നു ഇതിനിടയ്ക്ക്, പക്ഷെ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. പേഴ്സണലായിട്ട് കുറച്ചധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാനത് ഒഴിവായി നിൽക്കുവാൻ. പൂർണ്ണമായിട്ടും അങ്ങോട്ട് മാറിയിട്ടില്ലെങ്കിലും ഞാൻ ഇപ്പൊ ഇതിനകത്ത് കയറാമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ എടുത്തുകൊണ്ടിരുന്നത് കുറെ അധികം മെഡിസിനെ കുറിച്ച് തന്നെയാണ്. മെഡിസിൻസ് എപ്പോഴും നമ്മുടെ ആവശ്യമുണ്ട്. റിസർച്ചസിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴും നമ്മളുടെ ഔഷധങ്ങളുടെ റിസർച്ച് ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് തന്നെ വേണം നമുക്കത് മുന്നോട്ട് പോകാനും. ഒത്തിരി റിസർച്ചസ് ഒക്കെ നടക്കുന്നുണ്ട്. നല്ല ക്ലാസ്സുകളൊക്കെ മറ്റേ കുറച്ചുകൂടെയൊക്കെ ഞങ്ങളെക്കാളൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള യങ്ങർ കയറി വരവും നല്ല രീതിയിൽ വരുന്നുണ്ട് എന്നുള്ള ഒരു സന്തോഷകരമായ കാര്യം. ഏതായാലും ഞാൻ പഴയ എടുത്തതിന്റെ കുറച്ച് ബാക്കിയുള്ള കുറച്ച് മെഡിസിൻസിനെ കൊണ്ട് തന്നെ പറയാം. മെറ്റിയ മെഡിക്കയില് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഹെൽക്ല ലാവ. ഹെൽക്ല ലാവ നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന മെഡിസിനാണ്. അസ്ഥി വളർച്ചയ്ക്ക്, മുഴകൾക്കും അസ്ഥി സംബന്ധിച്ചുണ്ടാകുന്ന ദ്രവിപ്പ് മുതലായ രോഗങ്ങൾക്കും നമുക്ക് സാധാരണയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഡിസിനാണ് ഹെൽക്ല ലാവ. ഇത് പ്രത്യേകിച്ച് ഇതിന്റെ ആക്ഷൻസ് വരുന്നത് താടിയെല്ലിന്മേൽ ഉണ്ടാകുന്ന പ്രത്യേകം ബാധിക്കുന്നു എന്നുള്ളതാണ്. താടിയെല്ല് ബാധിക്കും. ആ ഭാഗത്തുണ്ടാകുന്ന അസ്ഥി വളർച്ച, അല്ലെ പല്ലിന്റെ ചുവട് പഴുപ്പ്, ദ്രവിപ്പ് മുതലായവ, പല്ലിന്റെ ചുവട് പഴുത്ത് ദ്രവിക്കുന്ന ഉണ്ടാകുന്ന മുഖവേദന, മോണയ്ക്ക് നീരോട് കൂടി ഉണ്ടാകുന്ന പല്ലുവേദന, പല്ലിന്റെ ചുവട്ടിലുണ്ടാകുന്ന വ്രണം, പല്ലിന്റെ ചുവട്ടിലുണ്ടാകുന്ന വ്രണത്തിന്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന അസ്ഥിയുടെ ഉണ്ടാകുന്ന മുഴകള്, ഇതെല്ലാം ഹെൽക്ല ലാവയുടെ പരിധി. ശരിക്കും പറഞ്ഞാൽ ഹെൽക്ല ലാവ നമ്മുടെ ഡേ ടു ഡേ പ്രാക്ടീസ് നല്ല ആവശ്യം വരുന്ന ഒരു മെഡിസിനാണ് ഹെൽക്ല ലാവ. പ്രത്യേകിച്ച് അസ്ഥികളിലും മുഴകൾക്കും അസ്ഥി സംബന്ധിച്ചുണ്ടാകുന്ന രോഗങ്ങൾക്കുമാണ് നമ്മൾ ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുക. പ്രത്യേകിച്ചും പല്ലിന്റെ ചുവട്ടില്, അതുപോലെ കീഴ്ത്താടിയില്, അതുപോലെ പല്ലിന്റെ ചുവട്ടിലുണ്ടാകുന്ന മുഴകള് അല്ലെങ്കിൽ മോണ പഴുപ്പ്, ഇങ്ങനെയുള്ള എല്ലാ അവസ്ഥകളിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. സാധാരണ രീതിയിൽ ഞാനിത് ഉപയോഗിക്കുമ്പോൾ ഇതിനോട് ഓൾട്ടർനേറ്റ് ചെയ്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. മെർസോളിനോട് ഓൾട്ടർനേറ്റ് ചെയ്ത് തന്നെയാണ് സാധാരണ ഞാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് തീർച്ചയായും ഒരു കേസ് അങ്ങനെ വായുവേദനയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് മാറുമെന്ന് സംശയിക്കാനില്ല, മിക്കവാറും മാറിയിട്ടുണ്ടാവും. അപ്പൊ 3x ആണ് നമ്മൾ ഹെൽക്ല ലാവ ഉപയോഗിക്കാറ് സാധാരണ. മെർസോള് ഓൾട്ടർനേറ്റ് ചെയ്ത് തന്നെയാണ് ഞാൻ സാധാരണ നോക്കാറില്ല. റിസൾട്ട് കിട്ടുന്ന ഒരു ഇതാണ് ഹെൽക്ല ലാവ. അപ്പൊ എല്ലാവരും നമ്മുടെ ഡേ ടു ഡേ പ്രാക്ടീസ് 3x ആണ് ഏറ്റവും റിസൾട്ട് കിട്ടുന്നത്. പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള തെറപ്പി ഒക്കെ ആയാലും നമുക്ക് റിസൾട്ട് കിട്ടും. 3x ആണ് നല്ലോണം കിട്ടുന്നത്. അടുത്ത മെഡിസിനിലേക്ക് പോകുന്ന ഗ്രാനേറ്റം. ഗ്രാനേറ്റം എന്ന് പറയുന്ന മെഡിസിൻ എന്ന് പറയുന്നത് പുക്കിളിന്റെ ഭാഗത്ത് ഒരു സൗണ്ട് ഇത്തിരി കുറഞ്ഞ പോലെ തോന്നുന്നു കേട്ടോ. ഉണ്ടോ? ഗ്രാനേറ്റം ഹെൽക്ല ലാവ മുഴുവൻ കിട്ടിയില്ലായിരുന്നു.
ഹെക്ലാലാവ മുഴുവൻ കിട്ടിയായിരുന്നു സാറേ? കിട്ടി. അടുത്തതിലോട്ട് പോവാം. ഗ്രാനേറ്റം എന്ന് പറയുന്ന മെഡിസിന് ശരിക്കും പറഞ്ഞാൽ പുക്കിളിന്റെ ഭാഗത്ത് വേദനയും ആ ഭാഗത്ത് ഹെർണിയായ്ക്കുള്ളതുപോലെ മുഴ പോലെ തോന്നുകയും ചെയ്യുക എന്നുള്ളതാണ് ഗ്രാനേറ്റത്തിന്റെ പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട അവസ്ഥ. പക്ഷെ ഈ ഹെർണിയ എന്ന് പറയുമ്പോഴും ഹെർണിയ പോലെയുള്ള മുഴ പോലെ തോന്നുകയല്ലാതെ കൊണ്ട് ഹെർണിയ അവിടെ ഇല്ല യഥാർത്ഥത്തിൽ. ആ പതോളജി അവിടെ ഇല്ലാത്ത അവസ്ഥയാണ്. പക്ഷെ ഹെർണിയ പോലെ നമുക്ക് തോന്നും. ആ അവസ്ഥയിലാണ് ഹെക്ലാലാവ ഉപയോഗിക്കുക, അല്ല ഗ്രാനൈറ്റ് ഉപയോഗിക്കുക. ഗ്രാനൈറ്റം എന്ന് പറയുമ്പോൾ പുക്കിളിന്റെ ഭാഗത്ത്, ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. പുക്കിളിന്റെ ഭാഗത്ത് വേദനയും ആ ഭാഗത്ത് ഹെർണിയക്കുള്ളത് പോലെയുള്ള മുഴയും കാണും. പക്ഷെ ഹെർണിയ യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള കണ്ടീഷൻ വരുമ്പോഴാണ് നമ്മൾ ഗ്രാനൈറ്റത്തിനെ ഉപയോഗിക്കുക. ഗ്രാനൈറ്റത്തിന് വേറെ വലിയ വൈഡ് ആയിട്ടുള്ള ആക്സസ് ഒന്നുമില്ല. അത് ആ ഒരൊറ്റ കേസിൽ മാത്രമേ റിസൾട്ട് കാണുന്നുള്ളൂ. പിന്നെ ഉള്ളത് നമുക്ക് അടുത്ത മെഡിസിൻ എന്ന് പറയുന്നത് ലാപ്പിസ് ആൽബം. ലാപ്പിസ് ആൽബത്തിനെ സംബന്ധിച്ച് നമ്മൾ പോകുമ്പോൾ ഇത് ക്യാൻസർ രോഗത്തിന് ഏറ്റവും പ്രധാന ഔഷധമാണെന്ന് ഉള്ളത് എല്ലാവർക്കും അറിയാം. ക്യാൻസർ രോഗത്തിന് ഏറ്റവും പ്രധാന ഔഷധം. അപ്പൊ ഇത് ക്യാൻസറിന്റെ ആരംഭ ദശയില് കട്ടിയായ മുഴ ഉണ്ടാവുകയും ആ മുഴകളില് പശിമ, അതായത് കട്ടിയല്ലാത്ത മുഴകളാണെങ്കിൽ ലാപ്പിസ് ആൽബം ആക്ഷൻ ചെയ്യുന്നു. കട്ടിയായ മുഴയാണ് ക്യാൻസറിന് മുഴയുള്ളതിൽ പശിമയുണ്ടാകുന്ന അത് പതിപതിപ്പുള്ള മുഴകൾക്ക് മാത്രമേ ലാപ്പിസ് ആൽബം നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. കട്ടിയാണ് മുഴകൾ എന്ന് വരികയാണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് കാൽക്കേരിയ ഫ്ലൂറ്, സിസ്റ്റസ് കനാഡൻസിസ്, ബാഡിയാഗ, അസ്റ്റാറിസിസ് റൂബൻസ്, കാലിയൈഡ് മുതലായ കോണിയം, ഇങ്ങനെ കുറെ മെഡിസിൻസ് ഉണ്ട്. ഹാർഡാണ് മുഴയെങ്കിൽ. പക്ഷേ പശിമയുള്ള മുഴയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന മെഡിസിനാണ് ഹെക്ലാലാവ, അല്ല ലാപ്പിസ് ആൽബത്തിന്റെ ഇതിനെ പറഞ്ഞാൽ ഈ ക്യാൻസർ രോഗത്തിന് വ്രണിച്ചു കഴിഞ്ഞാൽ ലാപ്പിസ് ആൽബത്തിന് ആക്ഷൻ ഇല്ല. അപ്പൊ വ്രണിക്കുന്നതിന് മുമ്പ് മുഴയുണ്ടായി ആ പൊഴമയ്ക്ക് പശിമ ഉണ്ടാവുന്ന അവസ്ഥയിൽ ലാപ്പിസ് ആൽബത്തിന് നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പൊ വ്രണിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഈ ലാപ്പിസ് ആൽബത്തിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല, അത് കിട്ടത്തില്ല. അതോടൊപ്പം തന്നെ പിന്നെയുള്ളത് ലാപ്പിസ് ആൽബം കൊടുക്കുന്ന ഒരു കണ്ടീഷൻസ് പറയുന്നത് യൂട്രസിൽ ഉണ്ടാകുന്ന മുഴകൾ അല്ലെങ്കിൽ ക്യാൻസർ കണ്ടീഷൻസിൽ നീറ്റലും കുത്തലും വേദന ഉണ്ടാവുകയും രക്തപ്രവാഹം ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ആ അവസ്ഥ തൽക്കാലം കുറയ്ക്കാനായിട്ട് നമുക്ക് ഔഷധം ഉപയോഗിക്കാം. ഇപ്പൊ ലാപ്പിസ് ആൽബത്തിന്റെ പ്രധാന മെഡിസിൻ പശിമയുടെ കൂടി ക്യാൻസറിന്റെ ആരംഭകാലം വെള്ളിപ്പുണ്ടായതിനു ശേഷം ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അതിന് മുമ്പ് ഉണ്ടാവുന്ന അവസ്ഥയിലാണ് ലാപ്പിസ് ആൽബം ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ യൂട്രസിൽ ഉണ്ടാവുന്ന ക്യാൻസർ കേസുകളിലും ഇത് ഉപയോഗിക്കാം. പിന്നെയുള്ള ഒരു ക്ലിനിക്കൽ കണ്ടീഷൻ ലാപ്പിസ് ആൽബം നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ക്ലിനിക്കൽ കണ്ടീഷൻസ് പറയുന്നത് കഴുത്തിന് ചുറ്റുമുള്ള ഗ്ലാൻഡുകളിൽ വിങ്ങുന്ന തരം വേദനയും അത് കല്ലിക്കലും ഉണ്ടായിട്ട് ചില ആളുകൾ വരാറുണ്ട്. കഴുത്തിന് ചുറ്റുമുള്ള ഗ്ലാൻഡുകൾ വീങ്ങുകയും അല്ലെ അത് കല്ലിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് പലപ്പോഴും നമ്മുടെ ഡേ ടു ഡേ പ്രാക്ടീസിലൊക്കെ വരാറുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നതാണ് ലാപ്പിസ് ആൽബം. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ 3 കണ്ടീഷൻസ്, 2 കണ്ടീഷൻ ശരിക്കും പറഞ്ഞിട്ടുള്ളൂ. ഒരു കണ്ടീഷൻസ് ക്യാൻസറിന്റെ ആദ്യ ഫസ്റ്റ് സ്റ്റേജ്, രണ്ടാമത്തെ കണ്ടീഷൻ യൂട്രസിൽ നിന്ന് രക്തപ്രവാഹവും അവിടെ നീറ്റലും കുത്തലും ഒക്കെ ഉണ്ടാകുന്ന ക്യാൻസർ കണ്ടീഷൻസിൽ. പക്ഷെ ക്യാൻസർ വ്രണിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ കഴുത്തിന് ചുറ്റുമുള്ള ഗ്ലാൻഡുകൾക്ക് എൻലാർജ്മെന്റ്സ് ഉണ്ടാവുകയും അവിടെ വേദന ഉണ്ടാവുകയും ചെയ്യുന്ന കണ്ടീഷനിൽ അദ്ദേഹം വലിക്കുന്ന ഒരു ഔഷധമാണ് ലാപ്പിസ് ആൽബം. ഇപ്പൊ ശരിക്കും 2-3 കണ്ടീഷൻസിൽ മാത്രം നമുക്ക് റിസൾട്ട് കിട്ടുന്ന മെഡിസിൻ ആണ് ഇത്. പിന്നെയുള്ളത് നമ്മളുടെ മെഡിസിനിൽ എന്ന് പറഞ്ഞാൽ മെന്ത പിപ്രൈറ്റ എന്ന് പറയുമ്പോൾ പ്രധാന അതിന്റെ ആക്ഷൻ നമ്മളിലേക്ക് വരുന്നത് ശ്വാസക്കോടിലേക്ക് വായു പ്രവേശിക്കുമ്പോൾ തൊണ്ട ഉണ്ടാകുന്ന ചുമയാണ്. ഇപ്പൊ ചുമയ്ക്ക് എന്ന് പറയുന്നത് ഒത്തിരി ഔഷധങ്ങളുണ്ട്. പക്ഷെ ശ്വാസക്കുഴലിലേക്ക് വായു പ്രവേശിക്കുമ്പോൾ തൊണ്ട കുത്തി ഉണ്ടാകുന്ന ചുമയ്ക്കാണ് മെന്ത പിപ്രൈറ്റ നമ്മൾ ആദ്യമായിട്ട് ഒരു പ്രധാന കണ്ടീഷൻസ് അതാണ്. പിന്നെ രണ്ടാമത് മെന്ത പിപ്രൈറ്റ ഉപയോഗിക്കുന്ന വേറൊരു കണ്ടീഷൻസ് എന്ന് പറയുന്നത് വജൈനയിൽ ഉണ്ടാകുന്ന ശക്തമായ ചൊറിച്ചില്. ഇതിന് എക്സ്റ്റേണൽ ആയിട്ട് ഇത് ഉപയോഗിക്കാം. വജൈനയിൽ ഉണ്ടാകുന്ന ശക്തമായ ചൊറിച്ചിൽ എക്സ്റ്റേണൽ ആയിട്ട് 1:10 ടിഞ്ചർ ഉപയോഗിച്ചിട്ട് വജൈനയിൽ ചാമ്പി കഴുകുക എന്നാണ് അതിന് പറയാറുള്ളത്.
അപ്പൊ ഈ മെന്താപിപ്രൈറ്റാന എന്ന് പറയുന്നത് 2 കണ്ടീഷനാണ് നമ്മുടെ പ്രധാനമായിട്ട് ക്ലിനിക്കൽ കണ്ടീഷൻസ് വരുന്നുള്ളൂ. ഈ 2 കണ്ടീഷൻസ് നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇന്റേണൽ നമ്മൾ ഈ മെഡിസിൻ കൊടുക്കുമ്പോൾ 3x-ഉം 30-യും കൊടുക്കാറുണ്ട്. കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് 3x-ന് തന്നെയാണ്. 30-ക്ക് അത്ര തന്നെ റിസൾട്ട് കിട്ടുന്നത് കണ്ടിട്ടില്ല. പക്ഷെ ഈ 2 ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ 2 കണ്ടീഷനേ ഉള്ളൂ. ശ്വാസക്കുഴലിലേക്ക് വായു പ്രവേശിക്കുമ്പോൾ തൊണ്ട കുത്തി ഉണ്ടാകുന്ന മുഴ, തൊണ്ട കുത്തി ഉണ്ടാകുന്ന ചുമ, വജനയിൽ ഉണ്ടാകുന്ന ഇച്ചിങ്, ഈ 2 കണ്ടീഷൻസിലാണ് മെന്താപിപ്രൈറ്റിന ഉപയോഗിക്കുക. അടുത്ത മെഡിസിൻ എന്ന് പറഞ്ഞാൽ ബാഡിയാഗയാണ്. ബാഡിയാഗയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മാംസപേശികളിലും തൊലിപ്പുറമേൽ ഇടിച്ചു നുറുക്കിയതുപോലെയുള്ള വേദന എന്നുള്ളതാണ് ബാഡിയാഗയുടെ പ്രധാന റിസൾട്ട്. മാംസപേശികളിലും തൊലിപ്പുറമേയും ഇടിച്ചു നുറുക്കിയതുപോലെയുള്ള വേദന തണുപ്പ് കൊണ്ട് വർദ്ധിക്കുകയും ചൂടുകൊണ്ട് ആശ്വാസപ്പെടുകയും ചെയ്യും. പ്രശ്വസിനെ പോലെ തന്നെ തണുപ്പ് കൊണ്ട് വർദ്ധിക്കുകയും ചൂടുകൊണ്ട് ആശ്വാസപ്പെടുകയും ചെയ്യുന്ന മാംസപേശികളിൽ തൊലിപ്പുറമേയും ഇടിച്ചു നുറുക്കിയ പോലെയുള്ള വേദന ഉണ്ടാകുമ്പോൾ ബാഡിയാഗ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. അതുപോലെ തന്നെ വേദന അനങ്ങുമ്പോഴും വസ്ത്രത്തിന്റെ ഉരസൽ കൊണ്ട് വർദ്ധിക്കുക, അനങ്ങുമ്പോൾ വർദ്ധിക്കുക, അനങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വർദ്ധിക്കുക, വസ്ത്രത്തിന്റെ ഉരസൽ കൊണ്ട് വർദ്ധിക്കുക, ഇതെല്ലാം ബാഡിയാഗയുടെ റിസൾട്ടാണ്. പിന്നെ വേറൊരു കണ്ടീഷൻ ബാഡിയാഗയിൽ വരുന്ന ഉച്ച കഴിഞ്ഞ് വർദ്ധിക്കുന്നത് ചൂടുള്ള മുറിയിൽ വെച്ച് ആശ്വാസപ്പെടുന്നതുമായ ചുമയാണ് ബാഡിയാഗയ്ക്ക് വേറെ. ചൂടുള്ള ഉച്ച കഴിഞ്ഞ് വർദ്ധിക്കുകയും ചൂടുള്ള മുറിയിൽ വെച്ച് ആശ്വാസപ്പെടുകയും ചെയ്യുക. ഈ ചുമയ്ക്കുമ്പോൾ മൂക്കിൽ നിന്നും വായിൽ നിന്നും കഫം ദൂരെ തെറിച്ചു പോവുക എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. കട്ടിയായിട്ട് കഷ്ണങ്ങളായിട്ട് തെറിച്ചു പോകുന്ന ഒരു കണ്ടീഷൻസ് ബാഡിയാഗയിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നു. പിന്നെ ചില ഡോക്ടർമാര് ഇത് തലയിലുണ്ടാകുന്ന താരന് നല്ല റിസൾട്ട് കിട്ടുന്നു എന്ന് പറഞ്ഞ് വച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിന് എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാനത് താരന് ബാഡിയാഗ കൊടുത്തിട്ടില്ല. പക്ഷെ അങ്ങനെ ഒത്തിരി ഡോക്ടർമാര് തലയിലുണ്ടാകുന്ന താരന് റിസൾട്ട് കിട്ടുന്നു പറയുന്നുണ്ട്. സാധാരണ ഇതിന്റെ ഉപയോഗം 6x ആണ്. പിന്നെയുള്ളത് ഒരു മെഡിസിൻ എന്ന് പറയുന്നത് ഡാഫൈൻ ഇൻഡിക്ക എന്ന് പറയും. ഡാഫൈൻ ഇൻഡിക്ക എന്ന് പറയുന്നത് വലത്തുകാലിന്റെ പെരുവിരലിൽ നീരും വേദനയും ഉണ്ടാകുന്ന കണ്ടീഷൻ. വലത്തുകാലിന്റെ പെരുവിരലില് നീരും വേദനയും ഉണ്ടാകുന്ന കണ്ടീഷനിലാണ് ഡാഫൈൻ ഇൻഡിക്ക നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. പിന്നെ അതിന് ചില 1-2 സിംറ്റംസ്, മെന്റൽ സിംറ്റംസ് അതിന് എടുത്തു പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് കിടക്കുന്നു എന്നൊക്കെ അവര് പറയും. അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ ഞെട്ടി തെറിക്കുന്ന പോലെ തോന്നും എന്നൊക്കെയുള്ള, പിന്നെ കറുത്ത പൂച്ചയെ നിരന്തരം സ്വപ്നം കാണും എന്നൊക്കെയുള്ള പറഞ്ഞ 1-2 സിംറ്റംസ് ഒക്കെ അതിന് പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാല് നമ്മളുടെ കയ്യിലോട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന വലത്തുകാലിന്റെ പെരുവിരലില് ഉണ്ടാകുന്ന നീരും വേദനയുമാണ് ഡാഫൈൻ ഇൻഡിക്കയിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത് ഉള്ളത്. പിന്നെ ശരീരത്തിന്റെ പല ഭാഗത്തും പിന്നൽ പോലെയുള്ള വേദന ഉണ്ടാവുകയാണെങ്കിലും ഡാഫൈൻ ഇൻഡിക്കയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. കാൽ തുടയ്ക്കും, കാൽമുട്ടിനും ഒക്കെ വേദനയാന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ വരുമ്പോൾ മറ്റു ചില മെഡിസിൻസ് ഒന്നും കൊടുത്തിട്ട് പ്രയോജനം കിട്ടുന്നില്ലെങ്കിൽ ഡാഫൈൻ ഇൻഡിക്ക നമുക്ക് കിട്ടുമോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ് ഡാഫൈൻ. പിന്നെ അടുത്ത് നമ്മൾ വേറൊരു മെഡിസിനിലേക്ക് പോകുമ്പോൾ മൈറിസ്റ്റിക്ക സെർഫിഫെറിയ. മൈറിസ്റ്റിക്ക എന്ന് പറഞ്ഞാല് ശരിക്കും നമുക്ക് മൈറിസ്റ്റിക്ക നമ്മുടെ കയ്യിലോട്ട് വരുമ്പോൾ 2-3 കണ്ടീഷൻസ് ആണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഒന്ന് വിറ്റിലോ, കുഴിനഖം. കുഴിനഖത്തിന് ഇത് ഏറ്റവും നല്ലോണം ഫലിക്കുന്ന ഒരു ഔഷധം തന്നെയാണ്. സാധാരണ രീതിയിൽ കുഴിനഖത്തിന്റെ വേദനയൊക്കെ കുറയ്ക്കാനായിട്ട് നമ്മൾ ഡയസ്കോറിയയുടെ ആൾട്ടർനേറ്റ് ചെയ്താണ് മൈറിസ്റ്റിക്ക കൊടുക്കാറ്. മൈറിസ്റ്റിക്ക സെറിഫെറിയ എന്ന് പറയുന്ന മെഡിസിൻ വയറ്റിലേക്ക് നല്ല മെഡിസിനാണ്. കുഴിനഖമായിട്ട് വരുന്ന ആർക്കും നമുക്കത് കൊടുക്കാൻ പറ്റും. സാധാരണ വേദനയും നീരും ഒക്കെ വരുന്നതാണെങ്കിൽ വേദനയും നീരും ഒക്കെ കുറയ്ക്കാൻ ഡയസ്കോറിയയും കൂടെ ഓൾട്ടർനേറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നത് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു മെഡിസിനാണത്. പിന്നെയുള്ളത് ശരീരത്തിൽ ഉണ്ടാകുന്ന രക്തദൂഷിപ്പ് ഉണ്ടായിട്ട് പല രോഗങ്ങളും നമ്മുടെ എടുക്കും. അപ്പൊ നമുക്കറിയാം ശരീരത്തിൽ രക്തദൂഷിപ്പ് ഉണ്ടാകുന്ന രോഗങ്ങൾ പലതും, ചില കുരുപ്പുകളും അതും ഇതുമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാറുണ്ട്. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ റിസൾട്ട് കിട്ടാനായിട്ട് കൊടുക്കുമ്പോൾ ഇവിടെയും നമ്മൾ ഓൾട്ടർനേറ്റ് ചെയ്യുന്നത് ഇച്ചിനേഷ്യ ആയിട്ടാണ്. ഇച്ചിനേഷ്യ ടിഞ്ചറുമായിട്ട് ഓൾട്ടർനേറ്റ് ചെയ്താണ് ഈ മെഡിസിൻ ഇവിടെ അവർ കൊടുക്കുക. അപ്പൊ ചിലപ്പോഴും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു മെഡിസിനിലേക്ക് തന്നെ എപ്പോഴും ക്ലിനിക്കൽ കണ്ടീഷൻസ് പോകാൻ പറ്റാറില്ല. അങ്ങനെ പറ്റണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും പലപ്പോഴും നമുക്ക് സാധിക്കില്ല നമ്മുടെ അടുക്ക് വരും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ രക്തദൂഷിപ്പ് മുഖാന്തരം വരുന്ന രോഗങ്ങളുമായിട്ടാണ് വരുന്നത് കൊണ്ട് കഴിഞ്ഞാൽ മൈറിസ്റ്റിക്ക ഓൾട്ടർനേറ്റ് ചെയ്ത് ഇച്ചിനേഷ്യ ടിഞ്ചറൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്.
പിന്നെ ഉള്ളത് ഫിസ്റ്റുല ഞാൻ പല പ്രാവശ്യം ഇതിന്റെ മുമ്പിൽ 1-2 ക്ലാസ്സുകളിലൊക്കെ നമ്മളോട് പറയുന്നുണ്ട്. പലതരത്തിലുള്ള ഫിസ്റ്റുലാസ് ഉണ്ട്. അത് ഏനൽ ഏതെല്ലാം തരത്തിലുണ്ടാകുന്നു എന്നൊക്കെ ഞാൻ 1-2 ക്ലാസ്സുകളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ ഫിസ്റ്റുല അതുകൊണ്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നത് വിശദീകരിക്കാൻ ഞാനിപ്പോ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ഈ ഫിസ്റ്റുല വരുമ്പോ ആ പഴുപ്പ് ഉണ്ടാകുകയും അത് വേദന വേഗം വർദ്ധിച്ച് അതിന്റെ ആ ഫിസ്റ്റുല മാറ്റാനുള്ള കാലദൈർഘ്യം കുറയ്ക്കാനും വേണ്ടി സൈലീഷ്യയുടെ സൈലീഷ്യ കൊടുക്കുന്നത് 3 years തന്നെയാണ്. മൈറിസ്റ്റിക്കായും 3 years ആണ് ഓൾട്ടർനേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഇടയ്ക്ക് ഇന്റർകറന്റ് ചെയ്ത് ട്യൂബർകുലിനും. അപ്പൊ ഈ ഭാഗന്തര ഫിസ്റ്റുല ധാരാളം കേസുകൾ നമ്മുടെ അടുത്ത് വരാറുണ്ട്. പക്ഷെ നമുക്ക് പലപ്പോഴും ആദ്യം ഫിസ്റ്റുല എന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അങ്ങനെ ഫിസ്റ്റുല വരികയാണെങ്കിൽ അത് പെട്ടെന്ന് മാറാനും മാറിക്കഴിഞ്ഞ പെട്ടെന്ന് അത് ക്യൂർ ചെയ്യാനായിട്ടും നമുക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂബർകുലിനാണ് അതിന്റെ ഇന്റർകറന്റ് മെഡിസിൻസ് വരിക. സൈലീഷ്യായും മൈറിസ്റ്റിക സെഫിവറയും 3 years ആണ് കൊടുക്കുക. ഓൾട്ടർനേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫിസ്റ്റുല ഭഗന്തരം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാം. ഈ മെഡിസിൻസ് നല്ല റിസൾട്ട്. അപ്പൊ മൈറിസ്റ്റിക എടുക്കാവുന്ന 2-3 മെഡിസിൻ, ഒന്ന് വയറ്റിലെ വേണം, ഒന്ന് ശരീരത്തില് രക്തത്തില് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് രക്തദൂഷിപ്പ് ഉണ്ടായിട്ടുണ്ടാകുന്ന രോഗങ്ങൾക്ക്, അതോടൊപ്പം തന്നെ ഫിസ്റ്റുല രോഗങ്ങൾക്ക് ഇതെല്ലാം മൈറിസ്റ്റിക്കയുടെ കണ്ടീഷൻസ് വരും. സാധാരണയായിട്ട് ഇതെല്ലാം മറ്റ് ഞാൻ മുൻനിര പറഞ്ഞ പോലെ വൈറ്റ് ലോ വരികയാണെങ്കിൽ ഡയസ്കൂറിയ ആയിട്ട് ഓൾട്ടർനേറ്റ് ചെയ്ത് കൊടുക്കും. നമ്മുടെ ശരീരത്തില് രക്തത്തിൽ കുഴപ്പമുണ്ടാകുക എന്ന് തോന്നുക, അല്ലെങ്കിൽ രക്തത്തിൽ ദുഷിപ്പുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇച്ചിനേഷ്യ ഓൾട്ടർനേറ്റ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ ഫിസ്റ്റുലയ്ക്കാണെങ്കിൽ സൈലീഷ്യ ഓൾട്ടർനേറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ഇത് സാധാരണ കൊടുക്കാറ്. ട്യൂബർകുലിനും ഇതിനൊരു സപ്പോർട്ടീവ് മെഡിസിൻസ് ആയിട്ട് കൊടുക്കാറുണ്ട്. 3 years ആണ് സാധാരണ എല്ലാം ഉപയോഗിക്കാറ്. ചില ആളുകൾ തെറാപ്പി ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമുക്ക് റിസൾട്ട് കിട്ടും. വയറ്റിലേക്കൊക്കെ നല്ലോണം റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കപ്പെടണം. വെയിറ്റ് ആയിട്ടൊക്കെ നമ്മൾ എടുക്കുക ആൾക്കാർ. പിന്നെ അടുത്ത മെഡിസിൻസ് വെച്ചാൽ ഡയസ്കോറിയ വില്ലോസ. ഡയസ്കോറിയ വില്ലോസ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പലതരം വേദനകൾക്കാണ് ഇത് ഉപയോഗിക്കുക. വേദനകൾക്ക് നമ്മുടെ അടുക്കലേക്ക് വരുമ്പോൾ അടിവയറ്റിൽ വേദന, സ്ഥാനം മാറി ഉണ്ടാകുന്ന വേദനകൾ, അടിവയറ്റിലെ വേദന, കൈവിരല്, കാൽവിരല് മുതലായ ദൂരസ്ഥലത്തേക്ക് മാറിപ്പോകുക, വയർ ഇരയ്ക്കുകയും വായു പോവുകയും ചെയ്യുക, നടക്കുമ്പോൾ നോവ് ആശ്വാസപ്പെടുക, അടിവയറ്റിൽ നിന്നും പുറം നെഞ്ച്, കൈകാലുകൾ മുതലായ ഭാഗങ്ങളിലേക്ക് വേദന പായുക, കിടക്കുകയും കുനിയുകയും ചെയ്യുമ്പോൾ വേദന വർദ്ധിക്കുക, നടക്കുന്നതിനാലും വലിഞ്ഞു നിവരുന്നതിനാലും വേദന കുറയുക, ഗാൾബ്ലാഡർ സ്റ്റോണിന്റെ വേദന ലിവർ ഭാഗത്ത് നിന്ന് നേരെ വലത്തെ മുലയുടെ ഭാഗത്തേക്ക് വരിക. ഇങ്ങനെയുള്ള കണ്ടീഷൻസ്, ഇങ്ങനെ എല്ലാത്തരം വേദനകളിലുമാണ് നമ്മൾക്ക് ഡയസ്കോറിയ വില്ലോസ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഹൃദയത്തിൽ ഇടയ്ക്കിടെ വയറ്റിലെ വായുകെട്ടോട് കൂടി ഉണ്ടാകുന്ന വേദനകൾക്ക് ഡയസ്കോറിയ ഉപയോഗിക്കാം. വലത്ത് കാലില് സിയാറ്റിക് നെർവില് വഴി താഴോട്ട് ശക്തമായി വേദന ഉണ്ടാകുമ്പോൾ ഈ വേദന കാൽ അനങ്ങുമ്പോഴും എഴുന്നേറ്റിരിക്കുമ്പോഴും വർദ്ധിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഡയസ്കോറിയ ഉപയോഗിക്കാം. നഖം പൊട്ടിക്കേറി വിരൽ ചുറ്റ്, ഞാൻ മുമ്പേ പറഞ്ഞു മൈറിസ്റ്റിക്ക പറഞ്ഞപ്പോൾ മയം പൊട്ടിക്കേറുക, നഖം പൊട്ടിക്കേറുക, വിരൽ ചുറ്റ് എന്നിവ വരുമ്പോൾ മൈറിസ്റ്റിക്കായോട് ഓൾട്ടർനേറ്റ് ചെയ്യാൻ പറ്റും. ഈ രോഗത്തിന്റെ ആരംഭ ദിശയിലുണ്ടാകുന്ന മിക്കവാറും, അതായത് വൈറ്റിലോ മുതലായുള്ളതിന് ആരംഭ ദിശയിലുണ്ടാകുന്ന രോഗങ്ങൾക്ക് ഈ ഡയസ്കോറിയ നല്ല റിസൾട്ട് കിട്ടുന്ന മെഡിസിൻ തന്നെയാണ്. നേരെ നിവർന്നു നിൽക്കുന്നതിനാലും തുറന്ന വായുവിൽ നടക്കുന്നതിനാലും അമർത്തുന്നതിനാലും ആശ്വാസം കിട്ടുന്നു എന്നുള്ള ആ മൊഡാലിറ്റിയാണ് നമ്മൾ പ്രധാനമായിട്ട് എടുക്കുക. വയറുവേദനയ്ക്കൊക്കെ ആണെങ്കിൽ ഒരു സെൻട്രൽ പോയിന്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പോലെയുള്ള വേദനയാണ് കിട്ടുക. അപ്പൊ ആ വേദനകളിൽ നമുക്ക് ഡയസ്കോറിയ മെഡിസിൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും അറിയാം, വായു കെട്ടിയൊക്കെ വരുന്ന പല വേദനകളിലും ഡയസ്കോറിയ നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ കിഡ്നി സ്റ്റോണ് അല്ലെങ്കിൽ ഗാൾബ്ലാഡർ സ്റ്റോണ് ഒക്കെ വരുമ്പോഴും നമുക്ക് ഈ ആ മൊഡാലിറ്റി കിട്ടുവാണെങ്കിൽ ഡയസ്കോറിയ നമുക്ക് ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. ഇപ്പൊ എല്ലാത്തരം വേദനകൾക്കും വേദനയിൽ നിന്നൊരു ആശ്വാസം ആളുകൾക്ക് കൊടുക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ഔഷധമാണ് ഡയസ്കോറിയ വില്ലോസ. ധാരാളം രീതിയിൽ നമ്മൾ ഇത് ടിഞ്ചറും 3 years ആണ്. ടിഞ്ചറും 3 years ധാരാളമായിട്ട് ഉപയോഗിക്കും. ഞാനൊക്കെ 3 years ഉപയോഗിക്കാറുള്ളൂ. ടിഞ്ചറൊക്കെ വളരെ കുറച്ച് തന്നെ ഉപയോഗിക്കാറുള്ളൂ.
പക്ഷെ റിപ്പോർട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെഡിസിൻ തന്നെയുണ്ട് ആസ്കോറിബിലിയസ്. എല്ലാവരും ധാരാളം ഉപയോഗിക്കുന്ന മെഡിസിൻ ആയതുകൊണ്ട് ഞാൻ കൂടുതൽ റിസൾട്ടിലേക്ക് പോകുന്നില്ല. ആ കണ്ടീഷൻസ് ഇതൊക്കെ തന്നെയാണ്. ഏത് തരത്തിലുള്ള കണ്ടീഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അടുത്ത ഒരു മെഡിസിനിലേക്ക് നമ്മൾ പോകുന്നത് എറിത്തിറ്റിസ് എന്ന് പറയും. എറിത്തിറ്റിസ് എന്ന് പറയുന്ന മെഡിസിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്കാലിഫ ഇൻഡിക്ക, മില്ലിഫോളി എന്ന് പറഞ്ഞ പോലെയുള്ള നമ്മുടെ ശ്വാസകോശത്തിൽ നിന്ന് രക്തം ചുമച്ച് തുപ്പുകയും അല്ലെ രക്തം ഛർദ്ദിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടീഷൻസിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. ശരിക്കും പറഞ്ഞാൽ അക്കാലിഫ ഇൻഡിക്കയും മില്ലിഫോളിയും ഒക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ എറിത്തിറ്റിസും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഔഷധമാണ്. ആ ഒരു ക്ലിനിക്കൽ കണ്ടീഷൻസ് മാത്രമേ അതിനെപ്പറ്റി എറിത്തിറ്റിസിനെ കുറിച്ച് പറയുന്നുള്ളൂ. ടിഞ്ചറാണ് സാധാരണ ഉപയോഗിക്കുക. വലിയ ഇത് വരുന്നില്ല. കാരണം വെച്ചാൽ ആദ്യകാലത്തൊക്കെ ഇത് നമുക്ക് കിട്ടുമായിരുന്നെങ്കിൽ ഇപ്പോഴൊന്നും ഒരാളൊന്ന് രക്തം ഛർദ്ദിച്ചാൽ നമ്മുടെ അടുക്കിലേക്കൊന്നും നിൽക്കുന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. എങ്കിൽ പോലും അബദ്ധം പറ്റി നമ്മുടെ അടുക്ക് വരുവാണെങ്കിൽ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റൂ. നേരത്തെയൊക്കെ ഞങ്ങളൊരു 40 വർഷം മുമ്പത്തെ പ്രാക്ടീസിലേക്കാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ വരുമായിരുന്നു. കാരണം അടുത്ത് ആശുപത്രി എന്ന് പറഞ്ഞാൽ ഒത്തിരി അകലമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, എല്ലാ വീടുകളിലും ആശുപത്രി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതൊന്നും കിട്ടണമെന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെയുള്ള നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് ഗനാഫാലിനും. ഗനാഫാലിൻ എന്ന് പറയുന്ന മെഡിസിൻ എന്ന് പറയുന്നത് തൊടവഴി താഴോട്ട് സിയാറ്റിക് നെർവസിൽ ഉണ്ടാവുന്ന ശക്തിയായ വേദനയ്ക്കാണ് ഗനാഫാലിന്യം ഉപയോഗിക്കുക. അത് ഉപയോഗിക്കുമ്പോൾ വേദനയുടെ ഭാഗത്ത് തരിപ്പ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാന ഡയഗ്നോസിങ് പോയിന്റ്. അപ്പം സിയാറ്റിക് പെയിനിൽ നമുക്ക് ആ വേദനയോട് കൂടി ആ വേദനയുള്ള ഭാഗത്ത് തരിപ്പ് എന്ന് പറയുമ്പോൾ ഗനാഫാലിയം ഉപയോഗിക്കാനുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ വേദന മാറുമ്പോൾ തരിപ്പ് ഉണ്ടാകുന്നു, അങ്ങനെയും ചില ആളുകൾ പറയാറുണ്ട്. വേദന മാറിക്കഴിഞ്ഞാൽ തരിപ്പ് ആ ഭാഗത്ത്. എന്തായാലും തരിപ്പും വേദനയും ഈ ഗനാഫാലിനത്തിന്റെ ഒരു സിംഗായിട്ട് തന്നെ നമ്മൾ എടുക്കേണ്ടി വരും. നട്ടെല്ലിൽ താഴെയായിട്ടുണ്ടാകുന്ന ദീർഘകാലമായ വേദന, ഇത് സിയാറ്റിക് വേദനയുടെ ഒപ്പം തന്നെ വേറൊരു കണ്ടീഷൻസ് പറയുന്നത് നട്ടെല്ലിന് താഴെയായി സ്ഥിരമായി ദീർഘകാലമായി ഉണ്ടാകുന്ന വേദനയോട് കൂടി ഈ തരിപ്പ്, അപ്പോഴും ഞാൻ പറഞ്ഞു തരിപ്പ് അവിടെ ഉണ്ടാവും. ഈ തരിപ്പോട് കൂടി നട്ടെല്ലിന് താഴെ ദീർഘകാലമായി ഉണ്ടാകുന്ന വേദനകൾക്കും നമുക്ക് ഈ ഗനാഫാലിനെ ഉപയോഗിക്കേണ്ടി വരാം. പിന്നെയുള്ള രാത്രി സമയത്ത് ചില ആളുകളിൽ കാൽഫ് മസിൽ ഉണ്ടാകുന്ന ഉരുണ്ടുകയറ്റമൊക്കെ മറ്റേ പല മെഡിസിൻസ് പറയുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ആ മെഡിസിൻസ് ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടാറില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഔഷധത്തെ കുറിച്ച് ചിന്തിക്കാം. കാരണം അങ്ങനെ ഒരു സിംറ്റം ഇതിന് പറയുന്നുണ്ട്. ചില കേസുകളിലൊക്കെ നമുക്ക് കൊടുത്താൽ കുറയുന്നുണ്ട്. അപ്പൊ രാത്രി സമയത്ത് കാലിന്റെ കാൽഫ് മസിൽ ഉണ്ടാവുന്ന വേദനകളും ഉരുണ്ടുകയറ്റവും ഈ മെഡിസിൻ ഇതിന്റെ പരിധി വരാറുണ്ട് എന്ന് പറയാം. പിന്നെ ഈ വേദനകൾ തുടയുടെ മുൻഭാഗത്തൂടെയാണ് സാധാരണ സിയാറ്റിക് പെയിനയുടെ. കാരണം നമുക്ക് ആ സിയാറ്റിക് വേദനയായിട്ട് നമ്മുടെ ഇടയ്ക്കിൽ ഒരാൾ വരുമ്പോൾ നമ്മൾ അതിന്റെ വേദന ഏത് ഭാഗത്തൂടെയാണ് പോകുന്നതെന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കണം. ബാക്ക് പാർട്ടാണോ, സൈഡ് പാർട്ടാണോ, ആന്റീരിയർ ആണോ എന്ന് നോക്കുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ മുമ്പൊരു ഭാഗത്തൂടെയാണ് സാധാരണ സിയാറ്റിക് പെയിനയുടെ വേദന കൂടുതലായിട്ട് നമ്മൾ കാണാറ്. സിയാറ്റിക് പെയിനിന് നെർവ്സിന്റെ അസോസിയേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു മൊഡാലിറ്റി ഇവിടെ പറയുന്നത് കാൽ മടക്കി വയറിനോട് ചേർത്ത് വെച്ചാൽ ഇതിന് സുഖം ഉണ്ടാകും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സിയാറ്റിക് പെയിനൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് ധാരാളം ആളുകൾ ഇപ്പോഴും സിയാറ്റിക് പെയിനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ മൊഡാലിറ്റി മാത്രം വെച്ചിട്ട് തന്നെ ഈ മെഡിസിനിലേക്ക് പോകാൻ പറ്റും. രണ്ട് കാര്യമുള്ളൂ. ഒന്ന്, മരപ്പ്, വേദനയോട് അനുബന്ധമായിട്ടോ വേദനയോട് കൂടിയോ അല്ലെങ്കിൽ വേദന മാറുമ്പോഴോ മരപ്പുണ്ടാവുക. അതുപോലെ തന്നെ കാല് മടക്കി വയറിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ ആശ്വാസം കാണുക. ഈ രണ്ട് കണ്ടീഷൻസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ മൊഡാലിറ്റിയിൽ ഈ ഗനാഫാലിന് നമുക്ക് റിസൾട്ട് ഒത്തിരി കിട്ടും. നമ്മൾ എങ്ങനെയായാലും സിയാറ്റിക് പെയിൻ ഒക്കെ ധാരാളം നമ്മുടെ കയ്യിൽ വരുന്ന കേസുകൾ തന്നെയാണ്. അത് ഒത്തിരി കേസുകൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ട്. വളരെ അപൂർവം കേസുകളിൽ മാത്രമേ ആ സിയാറ്റിക് നെർവ്സിന്റെ അവിടുത്തെ ആ നോച്ചില് കട്ടിയായിട്ട് അവിടെ അല്ലെങ്കിൽ കണ്ടമാനം എന്താ പറയാ ഈ ഫാറ്റൊക്കെ അടിഞ്ഞിട്ട് ചിലപ്പോൾ സർജറി ഒക്കെ നമ്മൾ പറയേണ്ടി വരും. വളരെ അപൂർവമായിട്ടൊക്കെ അങ്ങനെ നമ്മൾ പറയേണ്ടി വരും. ഒരു നിവൃത്തിയില്ലാതെ വരികയാണെങ്കിൽ മാത്രമേ. പക്ഷെ അതൊക്കെ ആ ഭാഗം നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയിട്ടൊക്കെ പറയാൻ പറ്റും. അല്ലെങ്കിൽ മിക്കവാറും ഒക്കെ നമ്മൾ സിയാറ്റിക് പെയിനൊക്കെ ഇങ്ങനെയുള്ള നമ്മുടെ സാധാരണ മെഡിസിൻസ് കൊണ്ടൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഒത്തിരി ആൾക്കാർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്.
നമുക്ക് എടുക്കാവുന്ന വളരെ പ്ലെയിൻ ആയിട്ട് എടുക്കാവുന്ന ഒരു മെഡിസിൻസ് ആണ്. പിന്നെ അടുത്ത മെഡിസിൻസ് പറഞ്ഞാൽ പലാഡിയം. പല്ലാഡിയം ഹലോ കേട്ടില്ലേ? നഫാലിയത്തിന് തൊട്ടു മുമ്പ് ഒരു മെഡിസിൻ സാർ പറഞ്ഞല്ലോ, അതൊന്നുകൂടെ ഒന്ന് പറയണേ, ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗ്ലാഫാലിയം എന്ന് പറഞ്ഞ അല്ല, അതിന്റെ തൊട്ടു മുമ്പ് എറിച്ചിറ്റീസ് ഞാൻ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല അതിനെ കുറിച്ച്. അല്ല, ഒന്നും പറഞ്ഞില്ല. അതിന്റെ ആ സ്പെല്ലിംഗ് ആണെന്ന് തോന്നുന്നു. മെഡിസിന്റെ പേര് ഒരു ERECHITES ആണ് എറിച്ചിറ്റീസ്. ERECHITES ആണ് എറിച്ചിറ്റീസ്. ശരിക്കും പറഞ്ഞ ശ്വാസകോശത്തിൽ നിന്ന് ശുദ്ധരക്തം പോകുന്ന കണ്ടീഷൻ മില്ലിഫോളിയം അക്കാലിഫ ഇൻഡിക്ക എന്ന് പറയുന്നത് പോലെ ഉപയോഗിക്കാവുന്ന ഒരു നല്ല ഔഷധം തന്നെയാണ് എറിച്ചിറ്റിസ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു പറ്റുള്ളൂ. കാരണം മെഡിസിന്റെ പേരായിരുന്നു ചോദിച്ചാണ് സംശയം. കുഴപ്പമില്ല. എറിച്ചിറ്റിസ് മനസ്സിലായില്ലേ? അതെ, ഒരു സംശയം ആ പേരില് കുഴപ്പമില്ലെന്നേ, ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം കിട്ടിയില്ല. ചോദിച്ച ഡോക്ടർക്ക് അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. ഓക്കെ. പിന്നെ അടുത്ത് പലാഡിയം. പലാഡിയം എന്ന് പറയുന്ന മെഡിസിൻ എന്ന് പറയുന്നത് വലത്ത് ഭാഗത്ത് ഓവറിയിൽ നീരും വേദനയും ഉണ്ടാവുന്ന കണ്ടീഷൻ. പലാഡിയം ഉപയോഗിക്കുന്നത് വലത്ത് ഭാഗത്തെ ഓവറിയിൽ നീരും വേദനയുമായിട്ട് വരുന്ന കണ്ടീഷനിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ആ ഭാഗത്ത് മിന്നൽ പോലെ വേദനയും താഴോട്ട് വലിച്ചിലും കാണും. ഈ കണ്ടീഷൻസിൽ, അതായത് ഓവറിയൻ ഭാഗത്ത് നീരും വേദനയും, വലത്തെ ഓവറിയിൽ നീരും വേദനയും മിന്നൽ പോലെ വേദനയും താഴോട്ട് വലിച്ചിലോടും കൂടി വരുന്ന കണ്ടീഷൻസിലാണ് പലാഡിയം നമ്മൾ ആദ്യം ഉപയോഗിക്കുക. ഒരു കണ്ടീഷൻ അത് തന്നെയാണ്. പിന്നെ അതിന്റെ ഒരു കാര്യം, ആ ഭാഗത്ത് നമ്മൾ കൈകൊണ്ടൊന്ന് അമർത്തി കഴിഞ്ഞാൽ ആശ്വാസം ഉണ്ടാവും. അപ്പോൾ ആ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ആണെങ്കിൽ ആശ്വാസം ഉണ്ടാവില്ല. അപ്പൊ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ആണെന്ന് നമുക്ക് പറയാനും പറ്റും. കാരണം ഏത് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ കൈകൊണ്ട് അമർത്തിയാൽ ആശ്വാസം കാണാറില്ലാത്തതുകൊണ്ട് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ. പക്ഷെ ആ ഭാഗത്ത് നീരും വേദനയും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇൻഫ്ലമേഷൻ അല്ലാതെ എങ്ങനെ അത് വരുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. പക്ഷെ ഏതായാലും വലത്ത് ഭാഗത്തെ ഓവറിയിൽ നീരും വേദനയും ആ ഭാഗത്ത് നീറ്റലും ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഭാഗത്ത് കൈകൊണ്ട് അമർത്തിയാൽ ആശ്വാസവും കിട്ടിയാൽ പലാഡിയം റിസൾട്ട്. അപ്പൊ ആ ഒരു കണ്ടീഷൻസ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെയുള്ള ഇയാളുടെ ഒരു മാനസിക, അത് സാധാരണ രീതിയിൽ മാനസികമായ ഉള്ള എല്ലാവർക്കും ഉള്ള ഒരു മാനസിക അവസ്ഥ തന്നെയാണ്. തന്നെ സ്തുതിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ്. ഇപ്പൊ സാധാരണ രീതിയിൽ ഈ പലാഡിയത്തിന് വേണമെന്നില്ല, മിക്കവാറും എല്ലാ ആളുകൾക്കും തന്നെ അത് സന്തോഷമുള്ള ഒരു കാര്യമായതുകൊണ്ട്, എങ്കിലും അങ്ങനെ ഒരു കണ്ടീഷൻസ്, മൈൻഡ് അങ്ങനെ ഒരു കണ്ടീഷൻസ് അവിടെ വരുന്നുണ്ട്. പിന്നെ നിസ്സാര കാര്യം ഉണ്ടെങ്കിലും പെട്ടെന്ന് അനിഷ്ടം ഉണ്ടാകുന്ന ആൾക്കാരായിട്ട്, ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് മൈൻഡ് സിംറ്റം കൂടി ക്ലിയർ ആയിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പിന്നെ കാലിന്റെ പെരുവിരൽ മുതൽ മുകളിലോട്ട് എളി വരെ മിന്നൽ പോലെ വേദന വരുന്ന ഒരു കണ്ടീഷൻ പലാഡിയത്തിന് പറയുന്നു. കാലിന്റെ പെരുവിരലില് മുതൽ എളി വരെ മിന്നൽ പോലെ വേദന വരുന്ന അവസ്ഥയാണ് പലാഡിയത്തിന് ഒരെണ്ണം പറയുന്നത്. സാധാരണ പലാഡിയം നമ്മൾ ഉപയോഗിക്കുന്നത് 6X ആണ്. ചില ആളുകൾ 30 ഉപയോഗിക്കാറുണ്ട്. ഏത് മെഡിസിൻ ഉപയോഗിച്ചാലും റിസൾട്ട് കിട്ടും. അപ്പോൾ പിന്നെയുള്ളത് പരേറിയ ബ്രേവ. പരേറിയ ബ്രേവ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ യൂറിനറി ബ്ലാഡർ സംബന്ധിച്ച രോഗങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ക്ലാസ് ഞാൻ ഹിമോഫീലിയയെ കുറിച്ച് പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു ഔഷധമാണ് പരേറിയ ബ്രേവ. അപ്പൊ ഹിമോഫീലിയ പോലെ തന്നെയാണ് മിക്കവാറും ഒക്കെ അതിന്റെ സിംറ്റംസ് എല്ലാം ഒന്ന് തന്നെയാണ്. എങ്കിൽ പോലും പരേറിയ ബ്രേവ ഉപയോഗിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിൽ ഞാൻ ഹിമോഫീലിയയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ അത് ആവർത്തിക്കുന്നില്ല. രക്തം കലർന്നതും കട്ടിയുള്ളതുമായ കഫത്തോടു കൂടിയ ഇരുണ്ട നിറത്തിലുള്ള മൂത്രമാണ് പരേറിയ ഹിമോഫീലിയയ്ക്കുള്ളതുപോലെ ഈ പരേറിയ ബ്രേവയ്ക്ക് കാണാറുള്ളത്. മൂത്ര വിസർജനത്തിന് തോന്നൽ ഇടപെടാതെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും കഠിനമായ മുക്കൽ ഉണ്ടാവുകയും തുടവഴി താഴോട്ട് വേദന പായുകയും ചെയ്യും എന്നുള്ള ലക്ഷണം ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ കാണണം. പിന്നെ മുട്ടിന്മേൽ നിന്ന് മുന്നോട്ട് കുനിഞ്ഞ് തല നിലത്ത് അമർത്തി മുക്കിയാൽ മാത്രമേ അല്പമെങ്കിലും മൂത്രം പോകുകയുള്ളൂ എന്നുള്ളത് ഒരു പ്രധാന സിംറ്റം തന്നെയാണ്. മൂത്രം അവസാനിച്ചതിന് ശേഷം വീണ്ടും അറിയാതെ മൂത്രം പോയിക്കൊണ്ടിരിക്കുക എന്നൊരു കണ്ടീഷൻ. ഏതൊരു ലക്ഷണവും ഈ ഔഷധത്തിന് ഉള്ളത് കൊണ്ട് ഈ ഞാൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ക്രോണിക് സിസ്റ്റൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനിൽ
നോക്കിയിട്ട് വേണം നമ്മൾ പറയാൻ. ക്രോണിക് സിസ്റ്റൈറ്റിസ് വന്നു കഴിയുമ്പോൾ ആ മൂത്രത്തില് പിന്നെ ഇങ്ങനെയുള്ള രക്തം കലർന്ന് കഫം ഉണ്ടാവുകയും മൂത്രം പോകാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും മൂത്രം പോകുമ്പോൾ നമ്മൾ കുറച്ച് ഡിസ്ട്രെസ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടീഷനിലെ കുറിച്ചാണ് നമ്മൾ അറിയുന്നത്. ഇത് ചിംബാഫീലിയയ്ക്ക് ഇത് തന്നെയാണ്, ചിംബാഫീല എന്ന് പറയുന്നതും ഇത് തന്നെ ഉപയോഗിക്കുന്നത്. ഈ കണ്ടീഷൻ തന്നെയാണ് പരേറിയ ബ്രേവയ്ക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ക്രോണിക് സിസ്റ്റൈറ്റിസിന് ഉപയോഗിക്കുന്ന 2 മെഡിസിൻ, ഈ 2 മെഡിസിനിൽ ഏതെങ്കിലും ഒരു മെഡിസിൻ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, ഇത് രണ്ടിനും വലിയ സിംറ്റംസിന് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ 2 മെഡിസിനിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ മിക്കവാറും ഒക്കെ ക്രോണിക് സിസ്റ്റൈറ്റിസ് നമുക്ക് കൺട്രോൾ ചെയ്തെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഉള്ളത് ഈ പരേറിയ ബ്രേവയ്ക്കുള്ള ഒരു ഔഷധം ഒരു സിംറ്റം എന്ന് പറയുന്നത് പുരുഷലിംഗത്തിൽ ശക്തമായ വേദന ഉണ്ടാവുക. അതൊരു വലിയ ഒരു വേദനയാണെന്ന് പറഞ്ഞ്, ലിംഗത്തിന് ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞ് അയാൾ തൊടാനും പോലും വലിയ വിശ്വസാന്ന് പറഞ്ഞ് വരുവാണെങ്കിൽ ഈ അവിടെ നമുക്ക് കൊടുക്കാവുന്ന ഒരു മെഡിസിനാണ് പരേറിയ. അതോടൊപ്പം തന്നെ മൂത്രദ്വാരത്തിലെ ചൊറിച്ചില്, പ്രായം ചെന്നവർക്ക് ഉണ്ടാകുന്ന പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ വീക്കത്താൽ ഉണ്ടാകുന്ന മൂത്ര തടസ്സം, ഇതിനും നമുക്ക് ഈ ഔഷധം ചിന്തിക്കാവുന്നതാണ്. അപ്പൊ മൂത്രദ്വാരത്തിൽ ചൊറിച്ചിലുണ്ടാവുക, പ്രായം ചെന്നവർക്ക് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് വീക്കത്തിൽ ഉണ്ടാകുന്ന മൂത്ര തടസ്സം എന്നിവയ്ക്കൊക്കെ ഈ ഔഷധം നമ്മൾ ശ്രദ്ധിക്കപ്പെടണം. അല്ലെങ്കിൽ പരേറിയ ബ്രേവ നമ്മൾ ചിന്തിക്കപ്പെടണം എന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് എല്ലാം വരുമ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ഇതിന്റെ ഏറ്റവും പ്രധാനം ക്രോണിക് സിസ്റ്റൈറ്റിസ് തന്നെയാണ്. ക്രോണിക് സിസ്റ്റൈറ്റിസിന് നമ്മൾ ശ്രദ്ധിക്കുക. ടിഞ്ചറും 3X സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഉള്ള അടുത്ത മെഡിസിൻ പാരീസ് ക്വാട്രിഫോളിയം. പാരീസ് ക്വാട്രിഫോളിയം എന്ന് പറയുന്നത് തലയോട്ടി ചുരുങ്ങി പോകുന്ന പോലെയുള്ള വലിച്ചിൽ തോന്നുക എന്നുള്ളതാണ് പ്രധാനം. തലയോട്ടി ചുരുങ്ങി പോകുന്നു എന്നുള്ള പോലെ വലിച്ചിൽ തോന്നുക, മുടി ചീകാൻ പോലും പാടില്ലാത്തവണ്ണം മുടിയിൽ ഭയങ്കരമായിട്ട് തലയോട്ടി ഭയങ്കര വേദന ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് പാരീസ് ക്വാട്രിഫോളിയത്തിന് നമ്മൾ കാണുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ തലയുടെ ഇടത്ത് ഭാഗത്ത് തരിപ്പ് ഉണ്ടാവുക, ശരീരത്തിൽ വലത്ത് ഭാഗം തണുത്തും ഇടത്ത് ഭാഗം ചൂടായും ഇരിക്കുക, ഉണർന്നു വന്നു കഴിയുമ്പോൾ വായു നന്നായിട്ട് വരണ്ടിരുന്നെങ്കിലും ദാഹം ഒരിക്കലും ഉണ്ടാകാതിരിക്കുക. ഇങ്ങനെയുള്ള ചില കണ്ടീഷൻസ് ഒക്കെ പറയാം. ശരിക്കും നമ്മൾ ഈ പാരീസ് ക്വാട്രിഫോളിയം ഉപയോഗിക്കുന്ന കണ്ടീഷൻസ് തലയോട്ടി ചുരുങ്ങി പോകുന്ന പോലെ വലിച്ചിലോട് കൂടിയ വേദനയ്ക്കാണ് നമ്മൾ സാധാരണ. ഇപ്പൊ മുടി ചീകാൻ പോലും പറ്റുകയില്ല, തലയെ തൊടാൻ പോലും പറ്റുകയില്ല എന്ന് പറഞ്ഞ് വരുന്ന ചില കേസുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് നമ്മൾ പാരീസ് ക്വാട്രിഫോളിയത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത്. അതിനോട് അനുബന്ധമായിട്ടാണ് പിന്നെ ഞാൻ തലയുടെ ഇടത്ത് ഭാഗത്ത് പിന്നെ വേദനയും തണുപ്പും ഒക്കെ ഇത് പറഞ്ഞത്. പക്ഷെ അതിനൊന്നും അത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ 2 കണ്ടീഷൻസ് മാത്രം ഉണ്ടെങ്കിൽ പോലും പാരീസ് ക്വാട്രിഫോളിയം അവിടെ ആക്ഷൻ ചെയ്യും. 3X ആണ് നമ്മൾ സാധാരണ. പിന്നെയുള്ളത് അടുത്ത മെഡിസിനിലേക്ക് നമ്മൾ പോവുക എന്ന് പറയുമ്പോൾ ആസിഡ് മ്യൂരാറ്റിക്കം. ആസിഡ് മ്യൂരാറ്റിക്കത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, ആദ്യം നമ്മൾ ആസിഡ് മ്യൂരാറ്റിക്കത്തിനെ കാണുന്നത് ഉപേക്ഷിക്കപ്പെട്ട കഠിനതരമായ ടൈഫോയിഡ് രോഗമാണ്. ഉപേക്ഷിക്കപ്പെട്ട കഠിനതരമായ ടൈഫോയിഡ് രോഗം. ഇപ്പൊ ഇത്തരം കേസുകളൊന്നും കിട്ടത്തില്ല. ഞാനൊരു അക്കാഡമിക്കൽ ഇൻട്രസ്റ്റിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്, ഇപ്പൊ ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്ന കേസുകളൊന്നുമില്ല. ഇപ്പൊ ഇങ്ങനെയുള്ള കേസുകൾ കിട്ടാനുള്ള സാധ്യതകളും നമുക്കില്ല. ഇപ്പൊ രോഗികളെ മരിക്കുന്നതിന് മുമ്പ് വീട്ടിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു സംവിധാനമില്ല. ഒരു 10-40 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയല്ലായിരുന്നു. അത്യാവശ്യം രോഗികളെ കിടത്തിയാൽ മതി, ഇപ്പൊ ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനേ, നിങ്ങൾ വീട്ടിൽ കൊണ്ട് കിടത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് വിടുവായിരുന്നു. അങ്ങനെ വരുമ്പോഴാണ് നമ്മളെ വീട്ടിൽ കൊണ്ട് കിടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മരിക്കുന്നത് വരെ എന്തെങ്കിലും ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളുടെ അടുക്കലൊക്കെ വരാറുണ്ട്. അങ്ങനെ വരുന്ന കേസുകളെ മാത്രം ഒരു അക്കാഡമിക്കൽ ഇൻട്രസ്റ്റിന് വേണ്ടി മാത്രം ഞാൻ പറയുന്നത്. ഇപ്പൊ ഈ കേസുകൾ നമുക്ക് കിട്ടുമൊന്നുമില്ല, എങ്കിലും ഞാനൊന്ന് വെറുതെ ഒരു അക്കാഡമിക്കൽ ഇൻട്രസ്റ്റിന് വേണ്ടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ കണ്ടീഷൻ നമ്മുടെ അടുക്ക വരുവാണെങ്കിൽ നമുക്ക് ഇത് ചികിത്സിച്ച് മാറ്റാൻ പറ്റും എന്നുള്ളൊരു കാര്യം വളരെ നല്ലോണം നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. കാരണം വെച്ചാൽ ഒത്തിരി കേസുകളിൽ അങ്ങനെ നമുക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാല്, മല അറിയാതെ പോവുക, ടൈഫോയിഡിന്റെ മൂർധന്യ അവസ്ഥയാണ്. മലം അറിയാതെ പോവുക, രോഗി കിടക്കയുടെ ചുവട്ടിലേക്ക് ഭാഗത്തേക്ക് ഊർന്നു പോകുക, വായ് പൊട്ടി അഴുകുക, അതോടൊപ്പം വായിൽ നിന്ന് ഇരുണ്ട് നീലച്ച വ്രണങ്ങൾ വായിക്കകത്തുണ്ടായിരിക്കുക,
കീഴ്ത്താടി സ്ഥാനഭ്രംശം വന്ന് ഇങ്ങനെ ഒരു വശത്തേക്ക് കോടി കിടക്കുക. അത് വെച്ചാൽ വീണ് പോകുക എന്ന് നമ്മൾ പറയും. നാവ് തുകൽ പോലെ ചുരുണ്ട് മൂന്നിലൊന്നായിട്ട് ചുരുങ്ങുക, വളരെ കുറഞ്ഞ ചെറുതായിട്ട് അത്രയും ചുരുങ്ങി പോവുക. ഇരുണ്ട് ദ്രാവക രൂപത്തില് രക്തം അതിസരിക്കുക, അല്ലെങ്കിൽ അതിസാരം ഉണ്ടാവുക, അല്ലെ വയറിളക്കം ഉണ്ടാവുക. പൾസ് ഇടയിട്ട് അടിക്കുക. പൾസ് എപ്പോഴും ഉണ്ടാവില്ല, ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് പൾസ് അടിക്കുക. ഇപ്രകാരമുള്ള ആസന്ന സ്ഥിതി ആവുമ്പോഴാണ് ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ നമ്മൾ പറഞ്ഞു വിട്ടിട്ട് വീട്ടിൽ കൊണ്ട് കിടത്തിയാൽ മതി, അല്ല അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ എന്ന് പറയുന്നത്. ഈ സമയത്ത് മരിക്കുന്നവരെ മെഡിസിൻ കൊടുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ എടുക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചിന്തിക്കാനൊന്നുമില്ല, കാരണം കേസൊന്നും എടുക്കൽ അവിടെ നടക്കുന്നില്ല. ഈ അവസ്ഥയിൽ മ്യൂരാറ്റിക് ആസിഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ആളുകൾ ആ മരണവക്രത്തിൽ നിന്ന് തിരിച്ചു വന്ന് സാധാരണ ജീവിതത്തിലേക്ക് പോയിട്ട്. പക്ഷെ നല്ല റിസൾട്ട് ഹോമിയോപ്പതി, നല്ല കോൺഫിഡൻസ് നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. പക്ഷെ ഇപ്പൊ ഒന്നും അങ്ങനെയുള്ള കേസുകൾ കിട്ടുന്നില്ല. ഞാൻ വെറുതെ അക്കാഡമിക്കൽ ഇൻട്രസ്റ്റിന് വേണ്ടി വെറുതെ ഒന്ന് പറഞ്ഞു. പിന്നെ നമ്മളിപ്പോ ഈ ആസിഡ് മ്യൂരാറ്റിക് ഇപ്പൊ നമ്മുടെ ക്ലിനിക്കൽ ഡേ ടു ഡേ ക്ലിനിക്കൽ കണ്ടീഷൻസിൽ വരുന്നത്, ഒന്ന് നീണ്ടു നിൽക്കുന്നതും വിട്ടു പനിക്കുന്നതുമായ ചിലതരം പനികൾക്ക് നമുക്ക് ഈ ആസിഡ് മ്യൂരാറ്റിക് കൊടുക്കാം. അത്തരം ദീർഘജ്വരങ്ങള് സുഖമായ ശേഷം ഭയങ്കരമായ ക്ഷീണം ഉണ്ടാവുകയാണെങ്കിൽ, അതായത് വിട്ട് പനിക്കുകയും കുറച്ചു കാലം നീണ്ടു കിടക്കുകയും ചെയ്യുന്ന ബെല്ലോണ പോലെയുള്ള ഔഷധങ്ങളിൽ അത് മാറിക്കഴിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് ക്ഷീണമായിട്ട് വരുവാണെങ്കിൽ ആ സമയത്തും ആസിഡ് മ്യൂരാറ്റിക് നമുക്ക്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മുടെ പ്രാക്ടീസിൽ നമ്മൾ ചിന്തിക്കുന്നത്, ഒന്ന് ദീർഘജ്വരങ്ങൾ വിട്ട് പനിക്കുന്ന കേസുകൾ, ദീർഘരോഗങ്ങൾ മാറിയതിനു ശേഷം ക്ഷീണം മാറാതെ നിൽക്കുന്ന രോഗികൾ, ഇവർക്കൊക്കെ ആസിഡ് മ്യൂരാറ്റിക് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ വായിലും നാവിലും ഉണ്ടാകുന്ന നീല നിറത്തിലുള്ള വ്രണങ്ങൾ, ഇപ്പം സാധാരണ നമ്മുടെ അടുത്ത് വരുമ്പോൾ വായിൽ വ്രണമുണ്ട്, വായിലും നാവിലും നീല നിറത്തിലുള്ള വ്രണങ്ങൾ ഉണ്ടാവുകയും നാവിന്റെ ചില ഭാഗങ്ങൾ കട്ടിയായി ഇരിക്കുകയും ചെയ്യുക. ചില ഭാഗങ്ങൾ കട്ടി കൂടുതലാണെന്ന് പറയാം നാവിനകത്ത്. ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഈ ആസിഡ് മ്യൂരാറ്റിക്. പിന്നെയുള്ളത് നീല നിറത്തിൽ പുറത്തു ചാടുന്നതും സ്പർശനം അശേഷം സഹിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഹെമറോയിഡ്സ്. ശരിക്കും പറഞ്ഞ ഈ ഹെമറോയിഡ്സിൽ അങ്ങനെ നമ്മൾ പെട്ടെന്ന് മലത്തിലേക്ക് മലം പോകണമെന്ന് വിചാരിച്ച് പോയി പുറത്തോട്ട് വരുന്ന നീല നിറത്തിലുള്ള വലിയ ഹെമറോയിഡ്സിൽ നമുക്ക് രണ്ട് മെഡിസിൻ റൂട്ടാണ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓട്ടോഫൈലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ആസിഡ് മ്യൂരാറ്റിക് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഈ കണ്ടീഷൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 മെഡിസിനിൽ ഏറ്റവും പ്രധാന മെഡിസിൻ ആസിഡ് മ്യൂരാറ്റിക് തന്നെ. ഇപ്പൊ ഹെമറോയിഡ്സ് കണ്ടീഷൻസിൽ നമുക്ക്, അതായത് മൂത്ര വിസർജനം ചെയ്യുമ്പോൾ പോലും ഹെമറോയിഡ്സ് പുറത്തോട്ട് തള്ളി, മൂത്രം നമ്മൾ മോർച്ചാനായിട്ട് പോയിരുന്നാൽ പോലും ഇത് തള്ളി വരുന്ന കേസിൽ നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ ഈ ഒറ്റ സിംപ്റ്റംസിന്, അതായത് വെറുതെ ഒന്ന് പോയി കുത്തിയിരുന്നാൽ പോലും ഹെമറോയിഡ്സ് പുറത്തോട്ട് ചാടി വരുന്നുള്ള ആ ഒറ്റ സിംപ്റ്റംസിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് നമ്മൾ ആസിഡ് മ്യൂരാറ്റിക് നമ്മൾ പലപ്പോഴും കൊടുക്കാൻ പറ്റുന്നത്. പിന്നെയുള്ളത് നമ്മൾ ആസിഡ് മ്യൂരാറ്റിക്കും ചിന്തിക്കേണ്ട ഒരു കണ്ടീഷൻസ്, കുട്ടികളിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഹെമറോയിഡ്സ്, കുട്ടികളിൽ ഉണ്ടാകുന്ന ഹെമറോയിഡ്സ് ഇത്, അതായത് കുട്ടികളിൽ പെട്ടെന്ന് നമുക്ക് വേറെ അതിനു മുമ്പ് ഉണ്ടാവാതെ പെട്ടെന്ന് ഹെമറോയിഡ്സിന്റെ സിംറ്റംസ് രൂപപ്പെടുത്തി വരുന്നതായിട്ട് കണ്ടാൽ, അപ്പം നമ്മൾ ഈ ആസിഡ് മ്യൂരാറ്റിക്കും കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ കുട്ടികളെ രക്ഷപ്പെടുത്തിയെടുക്കാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികൾ പെട്ടെന്നുണ്ടാകുന്ന ഹെമറോയിഡ്സിന് ഇതൊരു സിദ്ധ ഔഷധം തന്നെയാണ്. അത്രയും നല്ല റിസൾട്ടാണ് ഇതിന്. പിന്നെ ഉണ്ടാകുന്ന ഹെമറോയിഡ്സിനെ കുറിച്ച് പറയുമ്പോൾ, ഗർഭിണികളിൽ ഉണ്ടാകുന്ന ഹെമറോയിഡ്സിന് നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ അങ്ങനെയുള്ള കണ്ടീഷൻ ഹെമറോയിഡ്സിലെ ആ ഭാഗത്തിലൊക്കെ നമ്മൾ വേണേൽ ഉപയോഗിക്കാം. പക്ഷെ പ്രധാനമായിട്ടും നമ്മൾ ഈ ഹെമറോയിഡ്സിന് ഉപയോഗിക്കുന്ന ഈ കണ്ടീഷൻസിലാണ്. പിന്നെയുള്ളത് മ്യൂരാറ്റിക് ആസിഡിന്റെ വേറൊരു സിംപ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേറൊരു ക്ലിനിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത്, കാൽപാദത്തില് വീഴ്ചലോട് കൂടി ദുർഗന്ധത്തോട് കൂടി ഉണ്ടാകുന്ന വ്രണങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഈ കാർഡസ് മരിയാനസ് പോലെ ഉള്ള ഔഷധങ്ങൾ അത് നമ്മൾ ചിന്തിക്കാറുണ്ട്. എങ്കിൽ പോലും കാൽപാദത്തിൽ നീറ്റോടും ദുർഗന്ധത്തോടും കൂടി ഉണ്ടാകുന്ന വ്രണത്തിന് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ മ്യൂരാറ്റിക് ആസിഡിനെ സംബന്ധിച്ച് നല്ലൊരു ഔഷധം തന്നെയാണത്. നമ്മൾ ഡേ ടു ഡേ പ്രാക്ടീസിൽ നമുക്ക് ഒത്തിരി കേസുകൾ നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്ന കേസ് തന്നെയാണ് മ്യൂരാറ്റിക് ആസിഡ്. പിന്നെയുള്ളത് അമീലം നട്ട്സ്.
അമൈലൻ നൈട്രോസത്തിലേക്ക് നമ്മൾ വരുമ്പം ഹൃദയത്തിന്റെ പ്രവൃത്തി ദോഷം കൊണ്ടുണ്ടാവുന്ന നെഞ്ചിടിപ്പ്, ശ്വാസം മുട്ട്, മുഖം ചുവപ്പ്, തലയിലേക്ക് മുഖത്തേക്ക് രക്തം പ്രവഹിക്കുക, മുഖം ചുവപ്പോട് കൂടി ഉണ്ടാകുന്ന രക്തസ്രാവം, സ്ത്രീകളില് മെൻസസ് നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന നെഞ്ചിടിപ്പ്, സംഭ്രമം, തലവേദന, ഉഷ്ണസഞ്ചാരം, അമിത വിയർപ്പ് മുതലായ എല്ലാ ലക്ഷണങ്ങളും, അതായത് ആർത്തവ വിരാമ കാലത്ത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക ലക്ഷണങ്ങളും അമൈലിൻ നൈട്രോസം കുറച്ചു കാലം കൊടുത്തു കഴിഞ്ഞാൽ മാറും. സാധാരണ രീതിയിൽ ഇത് നമ്മൾ കൊടുക്കുന്ന 3x ആണ്. കുറച്ചു കാലം നമ്മൾ തുടർച്ചയായിട്ട് കൊടുക്കാം. അമൈൽ നൈട്രോസം ആർത്തവ വിരാമ കാലത്ത് ഉണ്ടാകുന്ന എല്ലാവിധ നല്ല റിസൾട്ട് കിട്ടും. നെഞ്ചിടിപ്പ്, ശ്വാസം മുട്ട്, മുഖം ചുവപ്പ്, മുഖത്തേക്ക് രക്തം പ്രവഹിക്കുക, മുഖം ചുവപ്പോട് കൂടി ഉണ്ടാകുന്ന രക്തസ്രാവം, മെൻസസ് നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന നെഞ്ചിടിപ്പ്, സംഭ്രമം, തലവേദന, ഇതൊക്കെ പറഞ്ഞു വരുന്ന എല്ലാ കേസുകളിലും നമുക്ക് വളരെ കൃത്യമായിട്ട് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഔഷധമാണ് അമൈലിൻ നൈട്രോസ്. കേസ് ഒന്നും എടുക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് കൊടുക്കാം, റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. പിന്നെയുള്ള അമൈൽ നൈട്രോസ് നമ്മൾ കൊടുക്കുന്ന ഒരു കണ്ടീഷൻസ് ആണ് ഇൻഫ്ലുവൻസയ്ക്ക് ശേഷം ഉണ്ടാകുന്ന അതിവിയർപ്പ്. ഇൻഫ്ലുവൻസ കഴിഞ്ഞതിന് ശേഷം ആളുകളിൽ നല്ലോണം വിയർപ്പ് മാറുന്നില്ല എന്ന് വരികയാണ് അമൈലും നൈട്രോസും കൊടുക്കും ഇൻഫ്ലുവൻസയ്ക്ക് ശേഷം. പിന്നെയുള്ള വേറൊരു കണ്ടീഷൻസ് പറയുന്നത് അപസ്മാര ലക്ഷണം, എപ്പിലെപ്സി മുതലായത് ഉണ്ടായി വരുന്ന കണ്ടീഷൻസ്. ആ സമയത്ത് പഞ്ഞിയില വല്ലതും മുക്കി ഈ ഇത് നമ്മൾ മണപ്പിച്ചാൽ പെട്ടെന്ന് ആ വയലൻസ് ഒന്നും കുറഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എപ്പിലെപ്സി പേഷ്യൻസ് വരികയാണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ഇത് വരികയാണെങ്കിൽ നിങ്ങൾ വരുമ്പോ ഈ ഇതൊന്ന് മണപ്പിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിച്ചാൽ പോലും നമുക്ക് നല്ല റിസൾട്ട്. കാരണം ആ വയലന്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മണപ്പിച്ചാൽ അമൈലിൻ നൈട്രോസിന്റെ ടിഞ്ചർ പഞ്ഞി മുക്കി മണപ്പിച്ചാൽ വളരെ പെട്ടെന്ന് ആ ഇത് കുറഞ്ഞു. അതൊരു നല്ലൊരു റിസൾട്ട് ഉള്ളതാണ്. പിന്നെ അപസ്മാര ലക്ഷണങ്ങളെല്ലാം പെട്ടെന്ന് ശമിക്കുന്നതാണ്. പിന്നെ ഉള്ളത് വേറൊരു കണ്ടീഷൻസ് പറയുന്നത് സ്റ്റഫൈലോമ ഓഫ് ദി സ്ക്ലീറ ആൻഡ് സ്റ്റഫൈലോമ ഓഫ് ദി കോർണിയ എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഫൈലോമ എന്നൊക്കെ നമ്മൾ വെറുതെ പറയുമ്പോൾ കൺകോളം മുന്നോട്ട് തള്ളി തുറിച്ചു വരുന്ന കണ്ടീഷനാണ് സ്റ്റഫൈലോമ എന്ന് പറയുന്നത്. കൺകോളം ഇപ്പൊ ക്ലീറ എന്നും അല്ലെ കൺകോളം മൊത്തമായിട്ട് ഉള്ളിൽ മുമ്പോട്ട് തുറിച്ചു വരുന്ന ഒരു കണ്ടീഷൻസ് ആണ് സ്റ്റഫൈലോമ എന്ന് പറയുന്നത്. ഈ സ്റ്റഫൈലോമ കണ്ടീഷനിൽ നമുക്ക് 30ാമത്തെ ആവർത്തനം ദീർഘകാലം കൊടുത്താൽ ഒരു പരിധി വരെ ഇത് കുറഞ്ഞു വരും. അപ്പൊ സ്റ്റഫൈലോമ എന്ന് പറയുന്നത് ദീർഘകാലം 30 ആവർത്തി ദീർഘകാലം തന്നെ കൊടുക്കണം. സ്റ്റഫൈലോമ ഓഫ് ദി കോർണിയ അല്ലെ സ്റ്റഫൈലോമ ഓഫ് ദി ക്ലീറ എന്ന് പറയുന്ന കണ്ടീഷൻ ഞാൻ പറഞ്ഞല്ലോ, കൺകോളം കുറച്ച് മുന്നോട്ട് മുന്തി തള്ളി മുന്നോട്ട് വരുന്ന അവസ്ഥ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. അപ്പൊ അത് അങ്ങനെ ചില കേസുകളുണ്ട്. സ്റ്റഫൈലോമ എന്നുള്ള കേസുകൾ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടാവും, പക്ഷെ മനസ്സിലാവാത്തതുണ്ടാവും. ആ കേസുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അമൈലം നൈട്രോസിൻ തെറാപ്പി കൊടുത്തു കഴിഞ്ഞാൽ കുറയും. പിന്നെ വേറൊരു കണ്ടീഷൻ, അത് പക്ഷെ ഞാൻ കുറയുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വേറൊരു കണ്ടീഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കെരാട്ടാകോണസ്. കെരാട്ടാകോണസ് എന്ന് പറഞ്ഞാൽ കൃഷ്ണമണി, അതായത് കോർണിയയുടെ സെൻട്രൽ പാർട്ട് കോണിക്കൽ രീതിയിൽ മുന്നോട്ട് പ്രൊജക്ട് ചെയ്ത് വരുന്ന കണ്ടീഷനാണ് കെരാട്ടാകോണസ് എന്ന് പറയുന്നത്. ധാരാളം കേസുകളിൽ ഇപ്പം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കെരാട്ടാകോണസ്. അപ്പൊ ഞാൻ പറഞ്ഞു കോർണിയ എന്ന് പറയുന്ന കണ്ണിന്റെ ഭാഗത്തിന്റെ സെൻട്രൽ പാർട്ട് കോണിക്കൽ രീതിയിൽ മുന്നോട്ട് പ്രൊജക്ട് ചെയ്ത് വരുന്ന കണ്ടീഷനാണ് കറക്റ്റ്. അതുകൊണ്ട് നമുക്ക് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് വരും, ചില ഭാഗങ്ങൾ കാണുന്നില്ല. അങ്ങനെ വരുന്ന കണ്ടീഷൻ കെരാട്ടാകോണസില് നമുക്ക് കൊടുക്കാവുന്ന മെഡിസിൻ എന്ന് പറയുന്നത് 1 അമൈലം നൈട്രോസം, 2 ഫോസ്ഫറസ്, 3 കാൽസ്യം. പക്ഷെ ഈ 3 മെഡിസിൻ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഡീജനറേറ്റീവ് കേസാണ്. റിസൾട്ടിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൃത്യമായി ഒന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ 2-3 കേസുകൾ നോക്കിയിട്ട് കാര്യമായി അത് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടിയിട്ടില്ല. എങ്കിലും ബുക്കുകളിലൊക്കെ പറയുന്നതും ഞാൻ കൊടുത്തതുമായിട്ടുള്ള കേസ് വെച്ചോണ്ട് ഞാൻ പറയാണ് കെരാട്ടാകോണസ്. പക്ഷെ ശ്രദ്ധിക്കണം, നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാലും നമുക്ക് ഔഷധം നമുക്ക് കെരാട്ടാകോണസ് ആണെന്നെങ്കിൽ നമുക്ക് മനസ്സിലായ നമുക്ക് വേറൊരാളെ പറഞ്ഞു വിടാൻ പറ്റും. ഇത്തിരി കേസുകൾ ഇപ്പൊ വരുന്നുണ്ട്. ഡീജനറേഷൻ ആണ്, കോർണിയയിൽ ഉണ്ടാകുന്ന ഡീജനറേഷൻ ആണ്, സെൻട്രൽ പാർട്ട് കോണിക്കലായിട്ട് മുന്നോട്ട് പ്രൊജക്ട് ചെയ്ത് വരുന്ന കണ്ടീഷനാണ് കെരാട്ടാകോണസ്. അല്ലോ നമ്മൾ ചോദിച്ചാലെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനത് കുറച്ച് വിശദീകരിച്ച് പറഞ്ഞു മാത്രമേ.
പിന്നെയുള്ള മെഡിസിനിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇപ്പൊ 2 കണ്ടീഷൻ ഞാൻ അമൈലോ നൈട്രോസിനെ പറഞ്ഞു. ഇനിയുള്ള ആഗ്നസ്റ്റുര വെറ. ആഗ്നസ്റ്റുര വെറ എന്ന് പറയുമ്പോൾ സ്തംഭനം, വാദം, ഇവയ്ക്ക് ഈ ഔഷധം പ്രധാനമായിട്ട് സ്തംഭനം, വാദം എന്നുള്ള കണ്ടീഷൻസ് ആണ് ഈ ഔഷധം പ്രധാനമായിട്ട് നമ്മൾ ആഗ്നസ്റ്റുര വെറ ഉപയോഗിക്കും. ആഗ്നസ്റ്റുര വെറ ഇത് നീണ്ട അസ്ഥികളിൽ ഉണ്ടാകുന്ന ദ്രവിപ്പ് മുതലായ രോഗങ്ങൾക്കും ഗ്ലൂറിക് ആസിഡ്, ഓറം മുതലായ ഔഷധങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ആഗ്നസ്റ്റുര വെറ. അപ്പം സ്തംഭനം, വാദം വരുന്ന കേസുകളിൽ നീണ്ട അസ്ഥികളിൽ ഉണ്ടാകുന്ന ദ്രവിപ്പ് ഉണ്ടാകുന്ന രോഗങ്ങള്, അസ്ഥികൾക്ക് ഉണ്ടാകുന്ന ദ്രവിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ നമ്മുടെ അടുക്ക് വരും, അസ്ഥികൾക്ക് ദ്രവിപ്പ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സാറോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ അസ്ഥികൾക്ക് ദ്രവിപ്പാണെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന 3 മെഡിസിൻസ് ഫ്ലൂറിക് ആസിഡ്, ഓറം, മറ്റ് അതുപോലെ തന്നെ ആഗ്നസ്റ്റുര വെറ. ഈ 3 മെഡിസിനിലാണ് നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിക്കാൻ പറ്റും. അങ്ങനെയുള്ള മെഡിസിനില് ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ഒരു കാര്യം, സന്തുക്കളിൽ ഇങ്ങനെ പൊട്ടുന്ന പോലെ ശബ്ദം ധാരാളം ആൾക്കാർ നമ്മുടെ അടുക്ക് വന്ന് പറയാറുണ്ട്. സന്തുക്കളിൽ പൊട്ടുന്ന പോലെയുള്ള ശബ്ദം വരുന്നുണ്ട്. അല്ല, മാംസപേശികളിലും സന്തുക്കളിലും വിറങ്ങലിച്ച് നിന്ന് ബലപ്പെട്ട് നിൽക്കുക. ഈ കണ്ടീഷൻസിലെല്ലാം സന്തുക്കളിൽ പൊട്ടുന്ന പോലെ ശബ്ദം ഉണ്ടാകുമ്പോൾ മാംസപേശികളിലും സന്തുക്കളിലും വിറങ്ങലിച്ച് ബലപ്പെട്ട് നിൽക്കുന്ന കണ്ടീഷൻസിലും ഒക്കെ ആഗ്നസ്റ്റുര വെറ ഉപയോഗിക്കാവുന്നതാണ്. ആഗ്നസ്റ്റുര വെറ നല്ല ഇത് വരും. പിന്നെ വേറൊരു ആഗ്നസ്റ്റുര വെറയുടെ ഒരു കണ്ടീഷൻ നമ്മുടെ ശീഘ്ര ചൈതന്യം എന്ന് പറഞ്ഞാല് നമ്മുടെ നട്ടലിനകത്തൂടെ പോകുന്ന മജ്ജാതന്തു, സ്പൈനൽ കോഡിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക രോഗങ്ങളിലും നമ്മള് ആ സ്പൈനൽ കോഡ് സംബന്ധമായിട്ട് വരുന്ന രോഗങ്ങള്, അതായത് സ്പൈനൽ കോഡിൽ ഉണ്ടാകുന്ന അവിടുന്ന് പുറപ്പെടുന്ന സിരകളിലും അനുഭവപ്പെടുന്ന രോഗങ്ങളില് നമുക്ക് ഈ ഔഷധത്തിന് വളരെ ആക്ഷൻസ് ഉണ്ട്. അപ്പൊ ആഗ്നസ്റ്റുര വെറ നമുക്ക് വെറുതെ തള്ളിക്കളയാവുന്ന ഒരു ഔഷധമല്ല. സ്പൈനൽ കോഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കേസുകളിലും ഇത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ആ സ്പൈനൽ കോഡിൽ നിന്ന് വരുന്ന രോഗങ്ങളിൽ നമുക്ക് മനസ്സിലാകാം, മുഖം ഒരു വശത്തേക്ക് ഓടുക, അല്ലെ അണപ്പൂട്ടിൽ കഴപ്പും വേദനയും ഉണ്ടാവുക, പുറത്ത് തണ്ടലിന്റെ ഭാഗത്ത് ഞെട്ടലും കോച്ചലും ഉണ്ടാവുക, മാക്സിലറി ജോയിന്റ്, അണപ്പൂട്ടെന്ന് പറഞ്ഞ മാക്സിലറി ജോയിന്റിൽ വേദന, ഞെട്ടലും കോച്ചലും ഉണ്ടാവുക, പുറകോട്ട് വളഞ്ഞു കുത്തുക, അല്ലെ കഴുത്തിൽ പിടുത്തവും വേദനയും ഉണ്ടാവുക, നട്ടലിന്റെ കഴുത്തിന്റെ പിൻഭാഗത്ത് അമർത്തിയാൽ വേദന വർദ്ധിക്കുക, കൈകാലുകളിലും മാംസപേശികൾക്കും സന്ധികൾക്കും ഉറപ്പും ബലവും വിറങ്ങലിപ്പ്, അതായത് ഉറപ്പും ബലവും വിറങ്ങലിപ്പ് ഉണ്ടാവുക, പിന്നെ അസ്ഥിയെ ബാധിക്കുന്ന വ്രണങ്ങള്, അസ്ഥി വരെ പോകുന്ന വ്രണങ്ങള്, അസ്ഥി ദ്രവിച്ചു പോവുക, ഇങ്ങനെയുള്ള എല്ലാ കണ്ടീഷൻസിലും വരുമ്പോൾ, അതായത് നട്ടെല്ലിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന സ്പൈനൽ കോഡിൽ ഉണ്ടാവുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ ബൈഫ്രിക്കേറ്റ് ചെയ്തിരിക്കുന്ന നെർവ് സെന്റേഴ്സുകളിൽ വരുന്ന അനുബന്ധിച്ചുണ്ടാകുന്ന രോഗങ്ങളും എല്ലാം ആഗ്നസ്റ്റുര വെറയുടെ പരിധിയിൽ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു കണ്ടീഷൻസിലേക്ക് എത്തുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. അത് തീർച്ചയായും ധാരാളം രോഗങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. ഇപ്പോഴൊക്കെ നമുക്ക് സ്കാനിങ് സംവിധാനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെ ചികിത്സിക്കാൻ നമുക്ക് പറ്റും. ഇന്നതാണ് കണ്ടീഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നിൽക്കുകയും ചെയ്യും, ചികിത്സിക്കാൻ സമ്മതിക്കുകയും ചെയ്യും. പക്ഷെ ഇപ്പൊ നമ്മൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ കുട്ടികളൊക്കെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട്, ഞങ്ങളൊക്കെ ഈ പുസ്തകം പറ്റി വായിച്ചിട്ട് പോകുന്ന പോലെ അല്ലാതെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് ഇപ്പൊ സ്കാനൊക്കെ ചെയ്തിട്ട് ശേഷം ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ആ പതോളജിക്ക് അനുസരിച്ച് നമുക്ക് ഈ മെഡിസിനിലേക്കൊക്കെ പോകാൻ പറ്റും. അങ്ങനെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ഔഷധമാണ് ആഗ്നസ്റ്റുര വെറ. പിന്നെ ഉള്ളത് നമ്മുടെ ആൾക്കാർ ഇപ്പൊ അധികം ചികിത്സയ്ക്കൊന്നും വരാറില്ലെങ്കിലും ടെറ്റനസ് വരികയാണ്. ടെറ്റനസ് രോഗങ്ങൾ, ടെറ്റനസിന്റെ അറിയാം, ഒരു ബോധക്ഷയം കൂടാതെ ശരീരം വിറങ്ങലിച്ച് ബലപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. നക്സോമിക്കായുടെ ഏറ്റവും പ്രധാന ഒരു സിംറ്റം തന്നെയാണ് ടെറ്റനസ്, അല്ലെങ്കിൽ സ്ട്രെച്ചിനത്തിന്റെ ഒരു സിംറ്റം തന്നെയാണ് ടെറ്റനസ്. അതോടൊപ്പം തന്നെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു മെഡിസിനാണ് ആഗ്നസ്റ്റുര വെറ. ആഗ്നസ്റ്റുര ടെറ്റനസ് സംബന്ധമായ രോഗം നമ്മുടെ അടുത്ത് വരികയെന്നും പറയേണ്ട, അഡ്വാൻസ് ആയിട്ട് പിള്ളേരൊക്കെ പഠിച്ചു വരുമ്പോൾ എനിക്ക് ഇതൊക്കെ ആൾക്കാർക്കിടെ ഇടയ്ക്ക് വരാം. കാരണം ഇപ്പോഴും രോഗങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ ഇടയ്ക്കായിട്ട് വരുന്നില്ല. നമ്മുടെ ഇടയ്ക്ക് വരുമ്പോൾ നമ്മൾ എന്താന്ന് അന്താണിക്കുന്ന കാരണം നമ്മുടെ അടുക്കലേക്ക് അധികം വരുന്നില്ല എന്നുള്ളൂ. പക്ഷെ അത് ഇങ്ങനെയുള്ള കണ്ടീഷന് ഇത് ഉപയോഗിക്കാൻ പറ്റും. ടെറ്റനസിന് നമ്മൾ നോക്കണം. നക്സോമിക്ക, സ്ട്രെച്ചിനിനം മുതലായ ഔഷധങ്ങളോടൊപ്പം തന്നെ ആഗ്നസ്റ്റുര വെറ നമ്മൾ ഉപയോഗിക്കാം. പിന്നെ ഉള്ളത് പിക്രിക് ആസിഡ്.
പിക്നിക് ആസിഡിലേക്ക് നമ്മൾ പോകുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തലച്ചോറിന്റെ ക്ഷീണം നിമിത്തം പ്രധാനമായ തലച്ചോറിലുണ്ടാവുന്ന ക്ഷീണം. മറ്റേ ഞാൻ സ്പൈനൽ കോഡിനെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ ഈ പിക്നിക് ആസിഡിലേക്ക് നമ്മൾ പോകുമ്പോൾ തലച്ചോറിലുണ്ടാവുന്ന ക്ഷീണം പ്രധാനമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു ഔഷധമാണ് പിക്നിക് ആസിഡ്. യാതൊന്നും ചെയ്യുന്നതിന് മനക്കരുത്തില്ലായ്മ, യാതൊന്നും ചെയ്യാൻ മനക്കരുത്തില്ല, കുറച്ച് വായിക്കുകയോ എഴുതുകയോ ചെയ്യുമ്പോൾ മനസ്സ് തളർന്നു പോവുക, പഠിക്കുന്നതിനും വിചാരിക്കുന്നതിനും ശ്രദ്ധ പതിപ്പിക്കുന്നതിനും കഴിവില്ലാതിരിക്കുക, മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ പ്രയത്നം ചെയ്യാൻ പ്രാപ്തിയില്ലാതിരിക്കുക, വിദ്യാർത്ഥികൾക്കും മനോപ്രയത്നം ചെയ്യുന്നവർക്കും ഉണ്ടാകുന്ന തലവേദന. വിദ്യാർത്ഥിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ തലവേദനയാണെന്ന് പറയുന്നത്. അങ്ങനെയുള്ള തലവേദന, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണത്തിന് പിക്നിക് ആസിഡ് നമ്മുടെ മനസ്സിലോട്ട് എപ്പോഴും വരേണ്ടതാണ്. ധാരാളം ആളുകൾ നമ്മുടെ അടുക്കൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ വ്യസനം കൊണ്ടോ അല്ലെ മനോക്ഷീണം കൊണ്ടോ ഉണ്ടാകുന്ന തലവേദനകൾ, ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന കണ്ടീഷൻസ് ആണ്. അപ്പൊ പിക്നിക് ആസിഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബ്രെയിൻ സിസ്റ്റത്തില് തലച്ചോറിന്റെ ക്ഷീണത്തെ അനുഭവിച്ച് അതോട് അനുബന്ധമായിട്ടുണ്ടാകുന്ന എല്ലാവിധ രോഗങ്ങളെ കുറിച്ചും നമ്മൾ പിക്നിക് ആസിഡ്, ഇത് ശൈലീഷയുടെ വേദനയെ പോലെ തന്നെ തലയുടെ പുറത്തു ഭാഗത്ത് പുറകിൽ ആരംഭിച്ച് അനക്കം കൊണ്ട് വർദ്ധിക്കുന്ന തരമുള്ള വേദനയാണ്. ശൈലീഷയുടെ വേദന അതുപോലെ തന്നെ വരുന്നത്. അപ്പൊ പിക്നിക് ആസിഡ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സ്പൈനൽ കോഡില് പിന്നെ മാർദ്ദവപ്പെട്ടു പോയിട്ട്, അതായത് ന്യൂറസ്തീനിയ എന്ന് പറയുന്നത് സിരകളുടെ ക്ഷീണം, ന്യൂറസ്തീനിയ എന്ന് പറയുന്ന ഔഷധം. സ്പൈനൽ കോഡ് മാർദ്ദവപ്പെട്ടു പോവുക എന്ന് പറയുന്ന കണ്ടീഷൻസ് വരുമ്പോൾ ഏറ്റവും പ്രധാന മെഡിസിൻ അവിടെ ഫോസ്ഫറസ് സിങ്കമേറ്റ് ആണ്. അതിനോട് അനുബന്ധമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെഡിസിനാണ് പിക്നിക് ആസിഡ്. അപ്പൊ പിക്നിക് ആസിഡ് നമ്മുടെ മനസ്സിൽ എപ്പോഴും കാണണം. കാരണം ഞാൻ പറഞ്ഞു, ന്യൂറസ്തീനിയ എന്ന് പറയുന്ന സിരകളുടെ ക്ഷീണം നിമിത്തം തലച്ചോറിലെ നട്ടെല്ലിലെ സിരകൾ മാർദ്ദവപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് ന്യൂറസ്തീനിയ. ആ ന്യൂറസ്തീനിയ കണ്ടീഷനിൽ നമുക്ക് ഫോസ്ഫറസ് സിങ്കമേറ്റ് എന്ന് പറയുന്ന പുസ്തകങ്ങൾ നല്ലോണം റിസൾട്ട് കിട്ടുന്നുണ്ട്. ആ റിസൾട്ട് കിട്ടുന്ന രോഗങ്ങളോടും ആ ഔഷധങ്ങളോടും ഒപ്പം തന്നെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു മെഡിസിനാണ് പിക്നിക് ആസിഡ്. പിക്നിക് ആസിഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ഔഷധം തന്നെയാണ്. പിന്നെ ഇതിന്റെ ഏറ്റവും പ്രധാന ഒരു ഡയഗ്നോസ്റ്റിക് പോയിന്റ് എന്ന് പറയുന്നത് നട്ടെല്ലിന്റെ ഉള്ളിൽ കഠിനമായ നീറ്റൽ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. നീറ്റല് അനുഭവപ്പെടുമ്പോൾ നമ്മൾ പിക്നിക് ആസിഡിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പിന്നെയുള്ളത് ഞാൻ പറഞ്ഞു, തലച്ചോറും ബ്രെയിൻ സിസ്റ്റവുമായിട്ടുള്ള ബന്ധം അനുസരിച്ച് വരുമ്പോ ഒരു മിനിറ്റ്, നമ്മുടെ സമയം 22. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും സംശയം വല്ലതും ചോദിക്കാനുണ്ടോ എന്ന് അറിയില്ല. ഇത് ഈ മെഡിസിനിലൂടെ അവസാനിച്ചു കേട്ടോ. ഓക്കെ. നീറ്റല് പഠിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പിന്നെ ഇത് നെർവസുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് മൂത്രം ദുർലഭമായിട്ട് പോവുക, മൂത്രത്തിൽ മ്യൂക്കസ് മെമ്പറിൻ കാണുക, അതിൽ കഷ്ണങ്ങൾ കാണുക എന്ന് പറഞ്ഞാൽ ക്രോണിക് സിസ്റ്റൈറ്റിസ് അല്ലെ ക്രോണിക് നെഫ്രൈറ്റിസിന്റെ സിംറ്റംസും നമ്മൾ പിക്നിക് ആസിഡിന്റെ പരിധിയിൽ വരും. അപ്പൊ ക്രോണിക് സിസ്റ്റൈറ്റിസ് അല്ലെ ക്രോണിക് നെഫ്രൈറ്റിസ്, അതോടൊപ്പം തന്നെ ബ്രെയിൻ സിസ്റ്റം, ഇതെല്ലാം തന്നെ ഇതിന്റെ പരിധിയിൽ വരുന്നതാണ്. സാധാരണ രീതിയിൽ ഇനി ഒന്നോ രണ്ടോ മെഡിസിൻസ് പിന്നീട് ഞാൻ പറയാം. ഞാനിപ്പോ ആർക്കെങ്കിലും ഞാൻ പറഞ്ഞ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാം. ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ സാറേ, വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. സാറിന്റെ അനുഭവങ്ങൾ പങ്കുവച്ചത് വളരെ പ്രയോജനം ചെയ്തു കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാ ഡോക്ടേഴ്സിനും. എന്തെങ്കിലും ഇന്നത്തെ ക്ലാസ്സിൽ സംശയമോ ഏതെങ്കിലും മെഡിസിന്റെ പേരോ പൊട്ടൻസിയോ അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോരുത്തരായിട്ട് ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വരിക. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നാളെ നമ്മുടെ 1590 ദിവസം ആണ്. നാളെ സൂമിൽ ഒരു പ്രത്യേക പരിപാടിയാണ്. ആരോഗ്യ മേഖലയിൽ മാധ്യമങ്ങളുടെ പങ്ക് എന്നുള്ള വിഷയത്തിൽ ഒരു ചർച്ചയും ക്ലാസ്സും ഒക്കെയാണ്. ക്ലാസ് എടുക്കുവാനായി അല്ലെങ്കിൽ സംസാരിക്കുവാനായി എത്തുന്നത് കേരള കൗമുദി അസോസിയേറ്റ് എഡിറ്റർ ആയിട്ടുള്ള ശ്രീ VS രാജേഷ് ആണ്.
അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട പരിപാടിയാണ്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, മാധ്യമ രംഗത്തെ ഓരോ ആരോഗ്യ മേഖലയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളും മറ്റു കാര്യങ്ങളും, വേണ്ടുന്ന വാർത്തകളും വേണ്ടാത്ത വാർത്തകളും എല്ലാത്തിന്റെ അതിപ്രസരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ചെല്ലാം ആധികാരികമായി സംസാരിക്കാനാണ് ശ്രീ VS രാജേഷ് എത്തുന്നത്. അപ്പൊ ആ ക്ലാസ്സിൽ മാക്സിമം പങ്കാളിത്തം ഉണ്ടാവണം. നിങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് സാറിന്റെ ക്ലാസ്സിലുള്ള സംശയങ്ങളോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ പറയാം. ക്ലാസ്സിൽ എന്തെങ്കിലും സംശയങ്ങൾ വല്ലതും ഉണ്ടോ? മ്യൂറിയാറ്റിക് ആസിഡിന്റെ പൊട്ടൻസി പറഞ്ഞു. മ്യൂറിയാറ്റിക് ആസിഡ് മ്യൂരാറ്റിക് ആസിഡിന്റെ പൊട്ടൻസിയോ? പൊട്ടൻസി 30 ആണ് കേട്ടോ. സാറെല്ലാം പൊതുവെ എപ്പോഴും ലോവർ പൊട്ടൻസികളാണ് സാർ എപ്പോഴും ഉപയോഗിക്കും. 30, 3x. അത്രയ്ക്ക് വേറെ. താങ്ക് യു സർ. ഓക്കെ. വേറെ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച്? സുനിൽ രാജ് ഡോക്ടറെ, ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാമോ? അൺമ്യൂട്ട് ചെയ്തോ ഡോക്ടറെ. വളരെ നല്ല ക്ലാസ് അല്ലേ? ഏകദേശാല് ഈ സാറിന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, 36 വർഷത്തെ എക്സ്പീരിയൻസ്, അത് ഷെയർ ചെയ്യാന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഇതിപ്പോ ഇങ്ങനെയുള്ള നോളജ് ഒക്കെ നമ്മുടെ പുതിയ കുട്ടികൾക്ക് കിട്ടാതെ പോവുകയാണ്. പുതിയ യങ്സ്റ്റേഴ്സ് കൂടുതൽ പങ്കെടുത്തുകൊണ്ട് ഇതിനകത്തൊക്കെ ഓരോ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, കാര്യം ഇതെല്ലാം പഴയ ഡോക്ടർമാർ പറയുന്നതെല്ലാം അവരുടെ എക്സ്പീരിയൻസ് ആണ്. ഏകദേശം മാത്രമല്ല, അവരുടെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, അവരുടെ അനുഭവങ്ങളാണ് പറയുന്നത്. വളരെ നല്ല ക്ലാസ് ആണ്, ഏറ്റവും നല്ല ഒരു സെഷൻ ആയിരുന്നു. ഓക്കെ, നന്ദി. ഓക്കെ, നന്ദി സുനിൽ രാജ് ഡോക്ടറെ. സുനിൽ രാജ് ഡോക്ടർ പറഞ്ഞ പോലെ നമ്പൂരി സാറ്, അതുപോലെ തന്നെ പഴയ ഒത്തിരി ഡോക്ടർമാരും പഠിക്കാതെ തന്നെ ചികിത്സിച്ചിരുന്ന നല്ല എക്സ്പീരിയൻസ് ഉള്ള വൈദ്യന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നമ്മള് ഇപ്പം ഇത്രയും പഠിച്ച് പഠിക്കാതല്ല, അവര് കോളേജ് പഠിച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷെ അവരുടെ സ്റ്റഡീസ് ഭയങ്കരമാണ്. ഇന്നത്തെ കുട്ടികളല്ല. അസുഖങ്ങൾ സുഖപ്പെടുത്തുന്നത് കേട്ടോ നമ്മള് അന്തം വിട്ടിരുന്നു. അതുപോലുള്ള ക്യൂറുകളാണ് അവർ കൊടുത്തിരുന്നത്. അത് ഒറ്റ മെഡിസിനൊക്കെ മാത്രം ഉപയോഗിച്ചും അവര് ആ കേസ് ചോദിക്കുന്ന രീതികളൊക്കെ ഞാൻ പലരുടെയും കേട്ടിട്ടുണ്ട്. വളരെ രസാവഹമായ രീതിയിൽ അസുഖങ്ങൾ ക്യൂർ ചെയ്യുന്ന ഒത്തിരി ഡോക്ടർമാരുണ്ട്. വേറെ കാര്യമുണ്ട് സാർ, വേറെ കാര്യം ഡോക്ടറെ, എന്നുവെച്ചാൽ ഇപ്പോഴത്തെക്കാളും കൂടുതൽ അസുഖങ്ങൾ നേരിട്ട് കാണുവാനും ചികിത്സിക്കാനുള്ള ഭാഗ്യം പഴയ തലമുറ കിട്ടിയെന്നുള്ളതാണ്. സാർ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ എല്ലാ ആശുപത്രി, ചെറിയ അസുഖം വരുമ്പോൾ തന്നെ ആശുപത്രി പോവുക, മരിക്കുന്നത് ICU കിടന്ന് മരിക്കുക, ആ ഒരു രീതിയായി പോയി. അതുകൊണ്ട് പുതിയ തലമുറയ്ക്ക് അധികം കേസുകൾ കയ്യിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഓക്കെ, അപ്പൊ അതില് സാറൊക്കെ എപ്പോഴും വിലപ്പെട്ട അറിവുകളാണ് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത സലീംകുമാർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിച്ചു. നമ്പൂരി സാറേ വണക്കം. സാറേ, ഈ സാറാ കെരാറ്റോകോണസിസ് ഇല്ലേ, അത് സാറ് കെരാറ്റോകോണസിസ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ബുക്കിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടോ? കെരാറ്റോകോണസിസ് എന്ന് പറഞ്ഞിട്ട് തന്നെ? അല്ല, നമ്മുടെ ഈ കെരാറ്റോകോണസിസ് എന്ന് പറഞ്ഞ ബുക്കുകൾ എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ഹോമിയോപ്പതി മെഡിസിനകത്ത് കാര്യമായിട്ട് കാണുന്നില്ല. ഞാന് ഒപ്താൽമോളജി ഹോമിയോപ്പതി ഒപ്താൽമോളജി ബുക്സുകളുണ്ട്, അതിനകത്ത് കെരാറ്റോകോണസിസ് പറയുന്നുണ്ടാവും. അല്ല, ഞാനതിനു വേണ്ടി ഒരു തെരച്ചിലൊക്കെ നടത്തിയതാണ്. അപ്പോ അതൊരു 22 വയസ്സുള്ള പയ്യനായിട്ട്, പക്ഷെ അവന് കുറച്ചുനാൾ കീമോയൊക്കെ ചെയ്ത പയ്യനായിരുന്നു. അതിനുശേഷം അതിന്റെ എഫക്റ്റ് കൊണ്ടാണെന്ന് തോന്നുന്നു ഈ കെരാറ്റോകോണസ് അവന് വന്നു ഒരു ഐക്ക്. അത് ഞാനൊരു സിലീഷ്യ കൊടുത്തു, പിന്നെ ഫോസ്ഫറസ് കൊടുത്തു, പക്ഷെ വലിയ വ്യത്യാസമില്ല. പക്ഷെ ഞാനത് നമ്മുടെ കാഡ്മിയം സൾഫ് കൊടുത്തിരുന്നു കീമോതെറാപ്പിയുടെ എഫക്റ്റ് കളയാൻ വേണ്ടിയിട്ട്. അത് കൊടുത്തപ്പോ കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പൊ സാറിന് അംഗസ്റ്റൂർ അല്ലേ പറഞ്ഞ? എനിക്ക് കുറച്ച് ഇന്ന് കെരാറ്റോകോണസിന് പറഞ്ഞ ഒരു മെഡിസിൻ അംഗസ്റ്റൂർ ആണോ? അല്ല, ഞാൻ പെട്ടെന്ന് എനിക്ക് ക്ലാസ് കുറച്ച് മിസ് ആയിപ്പോയി. അപ്പൊ അതൊന്നും ഈ അമൈലറ്റിലും കൊടുത്തു നോക്കിയിട്ടില്ല. അപ്പൊ അത് ചെയ്ത് നോക്കാം. അതിൽ ഉണ്ടായ വ്യത്യാസം ഞാൻ വിചാരിക്കുന്നത് കാഡ്മിയം സൾഫ് കൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് വ്യത്യാസമേ ഉള്ളൂ, നേരത്തെ അത്രയും ബുദ്ധിമുട്ടില്ല. പക്ഷെ എന്നാലും ഒരു കണ്ണിനേ ഉള്ളൂ.
ഒരു കണ്ണിലേ ഉണ്ടാവാറുള്ളൂ സാധാരണ. ആ. ലാറ്ററായിട്ടാണ് ഇത് കാണാറുള്ളത്. പക്ഷെ അത് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. കുറച്ച് ഇത് പറയാൻ പറ്റുന്നത് വെച്ചാല് കുറച്ച് പ്രഷർ വച്ചിട്ട് ഒന്ന് ബാൻഡേജ് ചെയ്യാൻ പറയും കണ്ണ്. കണ്ടില്ല. അതെ. ആ ആ കണ്ണ് രാത്രി നമ്മൾ കിടക്കുമ്പോൾ ഒരു ശകലം ഒന്ന് പ്രഷർ പോലെ വച്ചിട്ട് ഒന്ന് ബാൻഡേജ് ചെയ്ത് വെക്കാൻ പറ്റും. കാരണം ഈ വേറെ ഇതില്ല, കോർണിയ സെൻട്രൽ പാർട്ട് കോണിക്കലായിട്ട് മുന്നോട്ട് പ്രൊജക്ട് ചെയ്ത് വരുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഡീജനറേഷൻ ഉണ്ടായിട്ട് അതാണ് കെരാട്ടോകോണസ്. മനസ്സിലാകും. ശരിക്കും പറഞ്ഞാൽ അതിന്റെ സർജറി ഇപ്പൊ അഡ്വാൻസ്ഡ് സർജറി വരുന്നിട്ടുണ്ട്. അത് അവരെ പ്രസ് ചെയ്ത് നോർമലിലേക്ക് ആക്കുക. മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അവരത് പ്രസ് ചെയ്ത് നോർമലിലേക്ക് ആക്കുന്ന അഡ്വാൻസ് സർജറി ഇപ്പൊ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ വരുമ്പോ നമുക്ക് ഇത് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു പക്ഷെ ഈ മെഡിസിനോടൊപ്പം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ കുറയും. പക്ഷെ ഞാൻ 3-4 കേസുകൾ നോക്കിയിട്ടും ഞാൻ പൂർണ്ണമായിട്ട് എനിക്ക് അതിന് സക്സസ്ഫുൾ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ രീതിയിൽ തന്നെ പറഞ്ഞത്. കാരണം എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മെഡിസിൻ ഒക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാന്ന് മാത്രമേ പറയാൻ. ഒരു കാര്യം സന്തോഷമുണ്ട് സാറ്. സാറ് ഞങ്ങളെക്കാളൊക്കെ പ്രായമുള്ളതാണ്. ഇരുത്തൊക്കെ എന്തെങ്കിലും സാറ് പറയുന്ന കാര്യം അപ് ടു ഡേറ്റ് ആണെന്ന് ഇപ്പൊ മനസ്സിലായി. അതിലൊരു സന്തോഷമുണ്ട്. അതിന് നല്ല നന്ദി സലികുമാർ ഡോക്ടറെ. നമ്മുടെ അബ്ദുൽ സലാം സാറുണ്ടോ? സാർ ഇപ്പൊ ഒന്ന് മുഖം കാണിച്ചിരുന്നു. തിരക്കിലാണോ? അബ്ദുൽ സലാം സാറുണ്ടോ? രണ്ടു നന്ദി, എന്തെങ്കിലും ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായം സാറിനുള്ള നന്ദി രേഖപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ അബ്ദുൽ സലാം സാറിനെ ക്ഷണിക്കുന്നത്. ക്ലാസ് നന്നായിട്ടുണ്ട്. അത് നമ്മൾ പറയണ്ടില്ല. എപ്പോഴും സ്ഥിരമായി അമ്പൂർ സാറിന്റെ ക്ലാസ് നമ്മൾ പറയുന്നതാണ്. കേട്ടു. ഞാനും ഇടയ്ക്ക് വെച്ചും ചെറിയ ഗ്യാപ്പ് വന്നിരുന്നെങ്കിലും ഫുള്ളായിട്ട് കേട്ടു. വളരെ നല്ല ക്ലാസ്. അതുപോലെ തന്നെ എല്ലാ സിംറ്റംസും എല്ലാം ശരിക്കും കോളേജ് ക്ലാസ്സിൽ ഇരിക്കുന്ന സ്റ്റുഡൻസിന് ഇരിക്കുന്ന പോലെ എല്ലാവരും ഇരിക്കുന്ന, പഠിക്കുന്ന, ചോദിക്കുന്ന, മനസ്സിലാക്കുന്ന, വളരെ സന്തോഷം. പിന്നെ എല്ലാവർക്കും ആർക്കും ഒരു എന്താണ് പറയാ, നമ്മളൊരു ക്ലാസ് കേൾക്കുന്ന പോലെയല്ല, അത് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് ഇതാക്കുന്നതാണ്. പിന്നെ പ്രത്യേകം പ്രിപ്പയർ ചെയ്തിട്ടാണ് അമ്പൂർ സാറ് ക്ലാസ് എടുക്കുന്നവന് ഇതുണ്ട്. എല്ലാവരും എടുക്കുന്നുണ്ടെങ്കിലും അത് ശരിക്കും എല്ലാം അതിന്റെ ബേസിക് ആയിട്ട് എഴുതി വെച്ച് എല്ലാം നോട്ട് കഴിച്ച് എന്ത് ചോദിച്ചാലും അത് ആ ഏജ് മറിച്ചിട്ടും കൊണ്ട് പറയുന്നുണ്ട്. അപ്പം തന്നെ ഞാൻ ഇന്ന് കാലത്തും അമ്പൂർ സാറായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. വളരെ സന്തോഷം. എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാ IAPHന്റെ സഹപ്രവർത്തകർക്കും എല്ലാ ഡോക്ടേഴ്സിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നമ്പൂർ സാറിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് താങ്ക്സ്. ഓക്കെ, അബ്ദുൽ സലാം സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. എന്തായാലും നമ്മുടെ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നാളത്തെ ഈ ആരോഗ്യരംഗത്ത് പത്രമാധ്യമങ്ങളുടെ പങ്ക് എന്നുള്ള വിഷയത്തിനെ കുറിച്ച് ഉള്ള ക്ലാസ്സിൽ നാളെ എല്ലാവരും ആ സെഷനിൽ പങ്കെടുത്ത് നല്ല ഒരു പങ്കാളിത്തം ഉണ്ടാവണം എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.